കേരള സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്ത് 3 വികസന മുന്നേറ്റ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വടക്കൻ മേഖലാ ജാഥ, തെക്കൻ മേഖലാ ജാഥ, മധ്യമേഖലാ ജാഥ. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം നൽകുന്ന ജാഥയാണ് 1-ാം തീയതി വൈകിട്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മഞ്ചേശ്വരത്തെ കുമ്പളയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തത്. മറ്റൊരു ജാഥ CPI സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം നേതൃത്വം നൽകുന്ന ജാഥ തൃശൂർ ജില്ലയിൽ നിന്നും ആരംഭിച്ചു. അതും സഖാവ് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. മറ്റൊരു ജാഥ, മധ്യമേഖലാ ജാഥ, കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ജാഥ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്ന് ആരംഭിച്ചു. ആ ജാഥയും കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ജാഥകളെല്ലാം ഫെബ്രുവരി മാസം 15-ാം തീയതി 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായി സമാപിക്കും. ഈ ജാഥയിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത് കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 3-ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ചുമതലയേൽക്കൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ജാഥയിലൂടെ പ്രധാനമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് 2 ടേമായി സഖാവ് പിണറായി ഗവൺമെന്റ്, LDF ഗവൺമെന്റ് കേരളത്തിൽ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ അനുഭവ സാക്ഷ്യവുമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും നിഷേധാത്മകമായ 1 ഇഞ്ച് പോലും കേരളം മുന്നോട്ട് പോകേണ്ടതില്ല, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിക്കണം, കേരളം മുന്നോട്ട് പോകാൻ പാടില്ല എന്ന നിശ്ചയം ചെയ്തുകൊണ്ട് കേരള വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ആപൽക്കരമായ ഈ നയങ്ങൾ നല്ലതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ജാഥകൾ കൊണ്ടെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ LDF-നെതിരായി പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികൾ ആകെ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രചാരവേലകളെ, പ്രചാരവേലകളെയെല്ലാം തന്നെ അതിജീവിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തു നൽകാനും കഴിയത്തക്ക രൂപത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിന്റെ എല്ലാ വളർച്ചയെയും, കേരളത്തിന്റെ എല്ലാ പുരോഗതിയെയും തടസ്സപ്പെടുത്തുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളും ഒന്നു ചേർന്നുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മാധ്യമങ്ങളുടെ വലിയ പിന്തുണ എല്ലാം തന്നെ അവർക്കുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാർ, അതിന്റെ ബന്ധുക്കൾ എല്ലാം തന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇതിനെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാമതും തുടർ ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായ സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. ഈ കുറ്റ്യാടി അസംബ്ലി മണ്ഡലത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോവിൽ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി 100% നിർവഹിച്ച ചാരിതാർത്ഥ്യജനകമായ സന്തോഷകരമായ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുന്നത്. ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നിയമസഭക്കകത്ത്, നിയമസഭക്ക് പുറത്ത്, അതിന് നല്ലൊരു മാതൃകയാണ്, ഒരു മോഡലാണ് നമ്മുടെ പ്രിയങ്കരനായ MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിയമസഭക്കകത്തായാലും നിയമസഭക്ക് പുറത്തായാലും
ജനതാൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. 1150 കോടി രൂപയുടെ സർവകാല റെക്കോർഡ് വികസന പ്രവർത്തനങ്ങളാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4.25 വർഷക്കാലം വിശ്രമമില്ലാതെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കേരളത്തിലുടനീളം നടന്നത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ആ വികസന പ്രവർത്തനങ്ങളിലൊന്നും ജനങ്ങളിലെത്തരുത്, അതൊരു പൊതു ചർച്ചയായി മാറരുത് എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം UDFും BJPയും സംയുക്തമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. നിസ്സാരമായ ചില പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി പെരുപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതപരമായ വിഭജനം നടത്തുക, ജാതീയമായ വിഭജനം നടത്തുക, പ്രാദേശികമായ വിഭജനം നടത്തുക, അങ്ങനെ പൊതു ചർച്ചയിൽ നിന്നും പൊതുരംഗത്ത് നിന്നും കേരളത്തിന്റെ മുന്നേറ്റം മറച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതിനെ അതിജീവിക്കത്തക്ക രൂപത്തിൽ നമുക്കെല്ലാം ഒന്നായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളെല്ലാം തന്നെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാക്കളെല്ലാം തന്നെ തയ്യാറായി വരണമെന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടന്നപ്പോൾ അതിനനുയോജ്യമായ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കുറ്റ്യാടി മണ്ഡലത്തിലും നടത്താൻ കഴിഞ്ഞു എന്ന അഭിമാനപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളോട് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് 4.25 വർഷക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. അതിലൊട്ടനവധി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു, ചിലതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള സന്ദർഭം ഇനിയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ 4.25 വർഷക്കാലത്തിനിടയിൽ 1150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കുറ്റ്യാടി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു വിവിധ പദ്ധതികളിലായി എന്ന അഭിമാനപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശദാംശങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പൈലറ്റിലെ സഖാക്കൾ ഇവിടെ പ്രസംഗിക്കും. പൊതുമരാമത്ത് രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സ്പോർട്സ് രംഗത്ത്, ടൂറിസം രംഗങ്ങളിൽ, വ്യാവസായിക രംഗത്ത്, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ നേട്ടങ്ങൾ മുഴുവനും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങളെല്ലാം നടത്തണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 3 മേഖലാ ജാഥകളാണ് പര്യടനം നടത്തുന്നത്. ഫെബ്രുവരി 1 മുതൽ 16 വരെയുള്ള തീയതികളിലായി കേരളത്തിലെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തത്തക്ക തരത്തിൽ ഈ ജാഥകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്തു. കുമ്പള വെച്ച് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖല വികസന ജാഥയുടെ 7ാം ദിവസത്തെ പര്യടനമാണിന്ന്. അതിന്റെ 25ാമത്തെ സ്വീകരണ കേന്ദ്രമാണ് കുറ്റ്യാടി അസംബ്ലി നിയോജക മണ്ഡലം. 6 ജില്ലകളിലായി 60 അസംബ്ലി മണ്ഡലങ്ങളിലാണ് വടക്കൻ മേഖല വികസന ജാഥ സഞ്ചരിക്കുന്നത്. 12 ജാഥാംഗങ്ങൾ ലീഡർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ജാഥ ഇതേ സമയം സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല വികസന ജാഥയും ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയും സഞ്ചരിക്കുന്നുണ്ട്. ഈ 140 അസംബ്ലി മണ്ഡലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ പുതിയ കാലത്തെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയ ചിത്രം അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ദശാബ്ദക്കാലത്തെ ഭരണം കേരളത്തിന്റെ വികസന രംഗത്തുണ്ടാക്കിയിട്ടുള്ള അഭൂതപൂർവമായ മുന്നേറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ വികസനം സാധ്യമാക്കുന്നതിനോടൊപ്പം നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിച്ച കരുതലിന്റെയും കൈത്താങ്ങിന്റെയും അനുഭവങ്ങൾ ഉദാഹരണ സഹിതം വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം
കേരളീയ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ തരത്തിൽ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ധ്രുവീകരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ജനങ്ങൾ അണിനിരക്കണമെന്ന ആഹ്വാനവും ഈ ജാഥ നൽകുന്നുണ്ട്. എത്രയോ ജാഥകൾ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് പര്യടനം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആ ജാഥകൾ പലതും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്നെല്ലാം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തവണ കുമ്പള വെച്ച് ഫെബ്രുവരി 1-ാം തീയതി ഈ ജാഥയുടെ ഔപചാരികമായ തുടക്കം കുറിച്ചപ്പോൾ ആ തുടക്കം അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിട്ടു എന്നത് സത്യമാണ്. അപ്പൊ ഞങ്ങൾ ആരും ഉദാഹരണ സഹിതം കണക്കുകൾ നിരത്തി നിഷേധിക്കാൻ ശ്രമിച്ച ഒന്നല്ല. 40% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി. ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ എതിരായി വോട്ട് ചെയ്തു എന്ന പ്രചാരണം തെറ്റാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടി ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായി എന്നത് ഒരു രാഷ്ട്രീയമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അവനെ പ്രതിരോധിക്കാനല്ല ശ്രമിച്ചത്. വേണമെങ്കിൽ പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഭരണ മികവ് ഏറ്റവും കാണിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് തൊട്ടടുത്ത സുൽത്താൻ ബത്തേരി. നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള സ്ഥലം. ബത്തേരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷെ പരാജയപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിയായി ബത്തേരിയെ മാറ്റിയെടുക്കുന്നതിൽ LDFന്റെ നേതൃത്വം വലിയ പരിശ്രമമാണ് നടത്തിയത്. പക്ഷെ ആ ചെയർമാൻ ഉൾപ്പെടെ ചെറിയ വോട്ടിന് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ജനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് പഴിച്ചുകൊണ്ട് അവനെ ന്യായീകരിക്കാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. ഘടക പാർട്ടികൾ ജനങ്ങളെ സമീപിക്കുന്ന സ്ഥിതിയുണ്ടായി. തുറന്ന സമീപനം സ്വീകരിച്ചു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അഭ്യർത്ഥിച്ചു. വിപുലമായ ഒരു ബഹുജന സമ്പർക്ക സംവാദ പരിപാടി നടത്തിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് കുമ്പളയിലെ ഉദ്ഘാടന പരിപാടിയിൽ കാണാൻ കഴിഞ്ഞു. അവ തൊട്ട് ഇന്ന് 25ാമത്തെ സ്വീകരണ കേന്ദ്രത്തിൽ ഞങ്ങൾ എത്തുമ്പോഴും, എല്ലായിടത്തും പ്രസംഗിക്കുന്നില്ലെങ്കിലും എല്ലാ കേന്ദ്രങ്ങളിലും എത്തുമ്പോഴും ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്: അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിന്റെ വരവിനെ വിശേഷിപ്പിക്കാൻ എന്റെ മലയാളത്തിൽ അധികം പദങ്ങളില്ല എന്നതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നു. അസാമാന്യമായ പങ്കാളിത്തം എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉണ്ടായി. ഈ സ്വീകരണങ്ങൾ ഓരോന്നും വിളിച്ചു പറയുന്നത്, ഉദ്ഘാടനം മുതൽ വിളിച്ചു പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ കേരളത്തിൽ ഒരു 3-ാം ഊഴത്തിന് സന്നദ്ധമായിരിക്കുന്നു. ഈ ഗവൺമെന്റ് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരും എന്നതാണ്. പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർമാരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവാം കുറച്ച് ദിവസങ്ങളിൽ. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മഹാഭൂരിപക്ഷം അസംബ്ലി മണ്ഡലങ്ങളിലും അതിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ എഴുതിത്തള്ളി പലരും. പക്ഷേ നമ്മൾ കരുത്തോടെ പ്രതിരോധിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. ഈ പരാജയവും നമ്മൾ കൂടുതൽ കരുത്തോടെ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ സ്വീകരണ സമ്മേളനങ്ങളും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിന്റെ മുൻപിൽ അഭിമാനപൂർവ്വം നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. LDFന്റെ പല ഘട്ടങ്ങളെയും കണ്ടവരാണ് നിങ്ങളിൽ ചിലരെങ്കിലും. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔപചാരികമായി തുടക്കം കുറിച്ചതിന് ശേഷം ചില ഘട്ടങ്ങളിലെങ്കിലും LDF അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന പ്രബുദ്ധരായ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന ആക്ഷേപമായിരുന്നു. ശരിയാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ ധാരാളം കൊടുക്കുന്നു. കർഷക തൊഴിലാളികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തിയ VK മാനാരുടെ ഗവൺമെന്റ് മുതലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ വൻ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന്, കേരളത്തെ ആകെ മാറ്റിമറിക്കുന്നതിന് വേണ്ടത്ര മുൻകൈയെടുത്തില്ല എന്ന വിമർശനം ചില ഘട്ടങ്ങളിലെങ്കിലും ഉയർന്നു വന്നിരുന്നു. നമ്മുടെ സാമ്പത്തികമായ പരിമിതികളായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ഒരു ദശാബ്ദകാലത്തെ ഭരണം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടായി എന്നത്
ഇടതുപക്ഷത്തിന്റെ എതിരാളികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ദേശീയപാതാ വികസനത്തിന്റെ ചരിത്രം ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. ആ ദേശീയപാതാ വികസനം ഏതാണ്ട് കേരളത്തിൽ നിലച്ചമട്ടായിരുന്നു. അവന്റെ ഓഫീസ് അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ LDF കരുത്തോടെ ആ പ്രവർത്തനം തുടർന്നു. അത് നിയർ കംപ്ലീഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് അവന്റെ ഘടനയിൽ വരുത്തിയിരിക്കുന്ന വിസ്മയകരമായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. വിഴിഞ്ഞം തുറമുഖം ലോകത്തിനാകെ മാതൃകയാവുന്ന തരത്തിൽ പടുത്തുയർത്തുന്നതിന് നമുക്ക് സാധിച്ചു. നമ്മുടെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള പുതിയ നവങ്ങളായ സങ്കേതങ്ങൾ, അങ്ങനെ ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വരുത്തുന്നതിനാവശ്യമായ വലിയ വലിയ മുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഒരു ദശാബ്ദക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചു. ഇന്ന് കോഴിക്കോട് അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു ആശുപത്രി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തു. അവന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നു. അത് കിഫ്ബി ഉൾപ്പെടെയുള്ള ഭാവനാസമ്പന്നമായ പരിപാടികളിലൂടെ സാമ്പത്തിക പരാധീനത മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ, വികസനം പറയുമ്പോൾ സാമ്പത്തിക പ്രയാസമാണ്, പരിമിതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നതിനല്ല. കാരണം നമുക്കെല്ലാം ഒരു ചെറിയ ജീവിതത്തിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്. നല്ല റോഡിലൂടെ സഞ്ചരിക്കണം, ഒരു അത്യാവശ്യം വന്നാൽ നല്ല ആശുപത്രിയിൽ പോകണം, കുട്ടികളെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണം. ഇതിന് അത് വർഷങ്ങളോളം മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കണം. ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം കേരളത്തിൽ LDF നടത്തുകയുണ്ടായി. ഞാൻ ആ പട്ടിക ദീർഘിപ്പിക്കുന്നില്ല. അത് ചെയ്യുമ്പോഴും കേരളത്തിലെ ലക്ഷക്കണക്കായ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഇത്രയേറെ വിപുലമായ ജനക്ഷേമ പരിപാടികളില്ല എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. 62 ലക്ഷം മനുഷ്യരെ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്താൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്നു. പുതിയ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ ഒരു 10-34 ലക്ഷം സ്ത്രീകൾ നമ്മുടെ സഹോദരിമാരെ കൂടെ ചേരുമ്പോൾ 1 കോടിയോളം മനുഷ്യരെ ക്ഷേമ പദ്ധതികളിലൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറും. 5 ലക്ഷത്തോളം ആളുകൾക്ക് പട്ടയം കൊടുത്തു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തവണ്ണം ഒരു സഹായം കൊടുക്കുന്നതിന് ആ ഘട്ടത്തിൽ സാധിച്ചു. 5 ലക്ഷത്തോളം വീടുകൾ എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് കേരളത്തിൽ ബാക്കിയുള്ളത്. 14 ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത വിപുലമായ ഒരു പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിരുന്നു അഭിദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനം നമുക്ക് കൈക്കൊള്ളാൻ സാധിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി അഭിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരു സമൂഹമായി കേരളത്തിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. ആ പട്ടിക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വികസനം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ഒരു ഭാഗത്ത് അതേസമയം കരുതലിന്റെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് നമുക്ക് സാധിച്ചു എന്നതാണ്. ഇതൊന്നും എളുപ്പമായിരുന്നില്ല. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തോടുള്ള സമീപനം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായിരുന്നു. ഒരു ഘട്ടത്തിലും ഒരു ജനതയുള്ള നിലയിൽ അവർ നമ്മളെ പരിഗണിച്ചില്ല. ഏറ്റവും അവസാനം ബജറ്റ് അവതരിപ്പിച്ചപ്പോ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തു. കേരളം വികസിച്ചു എന്നതുകൊണ്ട് മാത്രം കേരളത്തെ അവഗണിക്കുന്ന സ്ഥിതി ഉണ്ടായി. നമുക്ക് കിട്ടിയത് ആമമുട്ട മാത്രമാണ് എന്നുള്ളത് കാര്യഗൗരവമുള്ള എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. 29 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു പട്ടിക നമ്മൾ കേന്ദ്രത്തിന് സമർപ്പിച്ചു. ആ 29 ആവശ്യങ്ങൾ അടങ്ങിയതിൽ ഒന്നിനോട് പോലും പ്രതികരിച്ചില്ല. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഔദാര്യത്തിന് വേണ്ടി ചോദിച്ചില്ല. ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനസഞ്ചയം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവരെല്ലാം കൊടുക്കുന്ന നികുതി പണമാണ് എല്ലാ ഗവൺമെന്റിന്റെയും വരുമാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 50 ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു കേന്ദ്ര ബജറ്റ് അവിടെ അവതരിപ്പിക്കുമ്പോൾ ആ 50 ലക്ഷം കോടിക്കകത്ത് മലയാളിയുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമുണ്ട് എന്നതാണ് വസ്തുത. നമുക്കതുകൊണ്ട് ന്യായമായ ഒരു വിഹിതം തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കാണ് നമ്മുടെ പ്രവാസി സമൂഹം എന്ന് പറയുന്നു. കുറ്റ്യാടിക്ക് പ്രവാസി സമൂഹം എന്ന് പറയുന്നത് വളരെ പരിചയമുള്ള ഒരു വിഭാഗമാണല്ലോ. ഈ സുന്ദരമായ കേരളം വിട്ടുകൊണ്ട് പുറത്തുപോയി അധ്വാനിച്ച് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അവിടെ ചെലവഴിച്ച പ്രവാസികൾ അവർ പലരും തിരിച്ചു വന്നു തുടങ്ങിയിരിക്കുന്നു. അവരെ സഹായിക്കാൻ നമ്മളൊരു ഫണ്ട് ഉണ്ടാക്കി, ഒരു ബോർഡ് ഉണ്ടാക്കി. ആ ബോർഡിന് ഒരു 1000 കോടി രൂപ സഹായം എന്ന ചെറിയ തുക മാത്രം നമ്മൾ ചോദിച്ചു. ആ ഭാഗം കണ്ടതായി തെളിച്ചില്ല. എയിംസിന് വേണ്ടി നമ്മൾ അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കൊടുത്തപ്പോ കേരളത്തിന് ഇത് കിട്ടിയില്ല. അതിവേഗ റെയിൽപാത എന്ന് പറയുന്ന ഒരു നിർദ്ദേശം നമ്മൾ വെച്ചു. അവനെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം ഉണ്ടായില്ല. ആ പട്ടികയും ഞാൻ നീട്ടുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, യൂണിയൻ ഓഫ് കോളനീസ് അല്ല എന്ന് നമ്മൾ എപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു. നിരവധി തവണ നിവേദനങ്ങൾ കൊടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ 2 തവണ സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ അങ്ങേത്തലക്ക് നിന്നുകൊണ്ട് കേരളത്തെ അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ
എപ്പോഴും ചെയ്തിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ന്യായമായ ഒരു വിഹിതം മാത്രമാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിലും ഈ സാഹചര്യത്തെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്, ഇവരുടെ എല്ലാം സാമ്പത്തിക ഉപരോധത്തെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നത് ഇപ്പൊ എന്താണ്? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടി ഒരു പുതുയുഗം കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള യാത്രയിലാണല്ലോ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ പറയുന്നു കേരളത്തിന്റെ ഖജനാവ് കാലിയായിരിക്കുന്നു എന്ന്. കേരള സ്റ്റോറി എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ഒരു സിനിമയിലൂടെ BJP കേരളത്തെ അവമാനിച്ച കാര്യം നമുക്കറിയാം. ഈ നാട്ടിലുള്ള നമ്മുടെ ചെറുപ്പക്കാരികളെ എല്ലാം മോശമായി ചിത്രീകരിക്കുന്ന, കേരളത്തിന്റെ സമ്പന്നമായ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് കേരളത്തിനെതിരായ ഒരു ദുഷ്പ്രചരണമാണ്. അതേപോലെ കേരളത്തിനെതിരായ ഒരു ദുഷ്പ്രചരണമാണ് നമ്മുടെ ഖജനാവ് കാലിയായിരിക്കുന്നു എന്ന് പറയുന്നത്. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു, കഴിഞ്ഞ 5 വർഷക്കാലം മാത്രം, അതായത് 2021 മുതൽ 25-6 വരെയുള്ള 5 വർഷക്കാലം മാത്രം കേരളം തനത് വരുമാനത്തിൽ 1,27,747 കോടി രൂപ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചു. 1,00,000 കോടിയിലധികം രൂപ 5 വർഷം കൊണ്ട് തനത് വരുമാനം വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലുള്ളത്. നമ്മുടെ നികുതി വരുമാനത്തിനകത്ത് ഗണ്യമായ വർധനവുണ്ടായി. കേന്ദ്രം സഹായിച്ചില്ല എന്ന പ്രശ്നം നിൽക്കുമ്പോഴും ഇവിടെ നമ്മൾ ധീരമായിട്ടാണ് മുന്നോട്ട് പോയത്. നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിനകത്ത് നിന്ന് നമുക്ക് പരമാവധി വിഭവങ്ങൾ സംഘടിപ്പിക്കുന്നതിന് സാധിച്ചു. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ആരുടെ മുമ്പിലും മുട്ടുമടക്കിയില്ല. ഇവിടെ ഒട്ടേറെ പ്രയാസങ്ങളുണ്ടായി മുൻകാലങ്ങളിലും നമുക്കറിയാം. എങ്കിലും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചു. ഖജനാവ് കാലിയായിട്ടില്ല, അങ്ങനെ കാലിയാവുകയുമില്ല. കടക്കണിയുടെ കാര്യം പറഞ്ഞ് നമ്മളെ ചിലർ പേടിപ്പെടുത്തുന്നു. മാതൃഭൂമി പത്രം മുഖപ്രസംഗം എഴുതിയല്ലോ, CAG-യുടെ റിപ്പോർട്ട് വന്നല്ലോ. എന്താണ് ആ കണക്കുകൾ പറയുന്നത്? കേരളം കടക്കണിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 18ാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തെക്കാൾ കൂടുതൽ കടമുള്ള എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ പൊതുകടത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നതാണ്. ഇത് LDF-ന്റെ കണക്കല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തിറക്കിയിരിക്കുന്ന കണക്കാണ്. മാതൃഭൂമി പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, നമ്മൾ എല്ലായ്പ്പോഴും സഹായിക്കുന്ന പത്രങ്ങളെല്ലാം അവര് മുഖപ്രസംഗം എഴുതുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോഴും നമ്മൾ ഏറ്റവും ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക പ്രതിസന്ധി ചില ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കണക്കുകൾ തെളിയിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ നോക്കൂ, പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പുതിയൊരു സാഹചര്യത്തെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. SIR-ന്റെ കാര്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ വോട്ടർമാരാണ് സാധാരണ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുക. പക്ഷെ ഇവിടെ ഭരണാധികാരികൾ വോട്ടർമാരെ തെരഞ്ഞെടുക്കുന്ന ഒരു പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 19 ലക്ഷം മനുഷ്യരുടെ കാര്യത്തിൽ കേരളത്തിൽ പോലും സംശയമാണ്. ബീഹാറിൽ 60 ലക്ഷം ആളുകളെ അവർ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിലും SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. അതിനുശേഷമാണ് നമ്മൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ LDF മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഐക്യം തകർക്കുന്നതിന് വേണ്ടിയുള്ള, കേരളത്തിന്റെ സമ്പന്നമായ മതനിരപേക്ഷതയും ഒക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതങ്ങളായ പരിശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാർന്ന ഒരു സംഘടനയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. VD സതീശൻ ധാരാളം പുസ്തകം വായിക്കുന്ന ആളായിട്ടാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്. ഒരു വർഷം 60 പുസ്തകം എന്ന് പറയുന്നത് ഒരു വ്രതമെടുത്തതുപോലെ അദ്ദേഹം വായിച്ചു തീർക്കും. ഒരു മാസം 5 പുസ്തകം, ഏതാണ്ട് ഗുളിക കഴിക്കുന്ന പോലെയാണ് പുസ്തകം വായിക്കുക. എന്നിട്ട് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതനിരപേക്ഷമായിരിക്കുന്നു എന്നാണ്. ഏത് പുസ്തകത്തിനകത്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മതരാഷ്ട്രത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? RSS-നെ നമ്മൾ ഒരു ഭാഗത്ത് എതിർക്കുന്നത് പോലെ ഈ പ്രസ്ഥാനത്തെ വേറൊരു ഭാഗത്ത് എതിർക്കണമെന്ന കാര്യത്തിനകത്ത് സാമാന്യ ബുദ്ധിയിൽ ആർക്കെങ്കിലും സംശയമുള്ളൂ? ഇതെല്ലാം ഒരുപോലെ അപകടകാരികളായിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മുന്നേറ്റം സാധ്യമല്ല. ഒരു പുതുയുഗം കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് വീമ്പിളക്കുമ്പോൾ ആ പുതുയുഗത്തിന്റെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കലാണ് എന്ന് ഇന്നലെയും തെളിയിച്ചല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് വളരെ സമ്പന്നമായിരിക്കുന്ന ഒരു പൈതൃകമാണ്. ആ പൈതൃകം നമ്മൾ പെട്ടെന്നുണ്ടാക്കിയതല്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിച്ചത്, ജാതിയുടെ വിളയാട്ടങ്ങൾ അവസാനിച്ചത്. ഒരു സംസ്കൃതമായ കേരളം, ഒരു നവോത്ഥാന കേരളം എന്ന് പറയുന്നത് നമ്മൾ പൊരുതി നേടിയ ഒരു മുന്നേറ്റമായിരുന്നു. ഇന്ന് അവനെ തകർക്കുന്നതിന് വേണ്ടി ജാതിയും മതവുമാണ് ഏറ്റവും പ്രധാനമെന്ന് ഉദ്ഘോഷിക്കുന്ന ശക്തികൾ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു കാലമാണ്. മതം 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 മാത്രമാണ് പ്രശ്നമെന്ന് ഒരു ചെറുപ്പക്കാരൻ ആക്രോശിക്കുമ്പോൾ അയാൾക്ക് മതത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അയാളുടെ പരാജയപ്പെട്ട രാഷ്ട്രീയം വീണ്ടെടുക്കാൻ മതത്തിനെ കരുവാക്കുന്നതിന് വേണ്ടിയാണ്. ഈ ശക്തികളെ കരുതിയിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലുള്ള മതസൗഹാർദ്ദം,
ജാതീയമായ സൗഹാർദ്ദം അതെല്ലാം തകർത്തുകൊണ്ട് ഈ കേരളത്തെ സ്വത്വഭവത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതങ്ങളായ പരിശ്രമങ്ങൾ നടത്തുന്നു. ആ പരിശ്രമങ്ങളിൽ മീഡിയയും സോഷ്യൽ മീഡിയയും ഉണ്ട്. കോടാനുകോടി പണം ചെലവഴിച്ചുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്തവരുണ്ട്. അവരിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തുക എന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം കൂടെ നമുക്ക് നിറവേറ്റാറുണ്ട്. നമ്മുടെ ചാനലുകൾ, നമ്മൾ കാണുന്ന ഈ ചാനലിന്റെ ഭാഗമായി വരുമ്പോൾ ചെറുപ്പക്കാരികളുമല്ല അവരെ നിയന്ത്രിക്കുന്നത്. അവരൊക്കെ സാധാരണ മനുഷ്യർ മാത്രമാണ്. അദാനിക്കും അംബാനിക്കുമായി ഇന്ത്യയിൽ ഒട്ടേറെ ചാനലുകളുണ്ട്. മോഡി ഭരണത്തിന്റെ 10 വർഷക്കാലം കൊണ്ട് അദാനിയുടെ സമ്പത്ത് 9 ലക്ഷം കോടി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. 54,000 കോടിയിൽ നിന്ന് 9 ലക്ഷം കോടിയിലേക്ക് അത് വളർന്നു. ആ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതെല്ലാം കുറെ ഉപയോഗിച്ചുകൊണ്ട് ചാനലുകൾ ഉണ്ടാക്കുന്നു. ആ ചാനലുകൾ നമ്മുടെ മൂല്യബോധത്തെ മാറ്റി തീർക്കുന്നു. പൗരാണികതയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള വലിയ പരിശ്രമം നടത്തുന്നു. കുംഭമേള ഒരു ഭാഗത്താണ്. ബ്രാഹ്മണ്യത്തിന്റെ ആധാരങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. അതിൽ അഭിനമിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിൽ ഉണ്ടാകുന്നു. എന്തിന്? മഹാത്മാഗാന്ധിക്ക് മരണദിനാശംസ എന്ന് എഴുതിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒട്ടേറെ മലയാളികളെ നമ്മൾ കാണുന്നു. ഒട്ടേറെ ആളുകൾ ജനുവരി 30-ാം തീയതി ഫേസ്ബുക്കിനകത്ത് എഴുതി മരണദിനാശംസകൾ സർ എന്ന് പറയുന്നത്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കുറെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അതിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ, കേരളത്തിന്റെ ഐക്യം നിലനിർത്താൻ, മതനിരപേക്ഷ നിലനിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയണം. SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവര് സാധിക്കുകയില്ല. അവർക്ക് ഒരു ഇരുണ്ട കേരളം മാത്രമാണ് സൃഷ്ടിക്കാൻ സാധിക്കുക. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. LDFന്റെ വിജയം, അവന്റെ ഭൂരിപക്ഷം, അവന്റെ മന്ത്രിസഭ, മുഖ്യമന്ത്രി എന്നതിനെല്ലാം അപ്പുറത്തേക്ക് കേരളത്തിന്റെ സമൂഹത്തിന്റെ ഭാവിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ആ ഗൗരവം നിങ്ങളേവരും ഉൾക്കൊള്ളണമെന്നാണ് ഈ വികസന മുന്നേറ്റ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന്. ധാരാളം ജാഥാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു എന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അസാമാന്യമായ ജനക്കൂട്ടം ഈ ജാഥയെ സ്വീകരിക്കാനെത്തുന്നു. ഈ ജാഥയുടെ വിജയം എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ വിജയമാണ്. ഈ ജാഥ 16-ാം തീയതി സമാപിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു 3-ാം ഊഴം ജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ ആവേശം നിറച്ചുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്ന് അഭ്യർത്ഥിച്ച് ജാഥാംഗം എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ ജാഥയോടൊപ്പം ഇവിടെ വന്നുചേർന്നിട്ടുണ്ട് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി PP ദിവാകരൻ, NCPയുടെ വർക്കിംഗ് പ്രസിഡന്റ് PM സുരേഷ് ബാബു ഈ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി U ബാബു ഗോപിനാഥ് ഈ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് സ്കറിയ സംസ്ഥാന സെക്രട്ടറി നൈസ് മാത്യു ഈ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 1-ാം തീയതി വൈകുന്നേരം കാസർഗോഡ് മഞ്ചേശ്വരത്തെ കുമ്പളയിൽ വെച്ചാണ് കേരളത്തിൻ്റെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയൻ ഈ ജാഥ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കുമ്പളക്കൊരു പ്രാധാന്യമുണ്ട്, മഞ്ചേശ്വരത്തിനൊരു പ്രാധാന്യമുണ്ട്. സപ്തഭാഷകളുടെ സംഗമഭൂമിയാണ് അത്. ഈ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സംഗമഭൂമിയാണ് അവിടെ. അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ MP ഗോവിന്ദൻ മാസ്റ്ററെ കേരളത്തിൻ്റെ പ്രതീകമായൊരു മിനിയേച്ചർ സമർപ്പിച്ചുകൊണ്ടാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. അവിടെ 10,000 തടിച്ചുകൂടിയിരുന്നു. അതുമുതൽ ഇങ്ങോളം
ഈ 25ാമത്തെ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശഭരിതമായി പങ്കെടുക്കുന്ന ആയിരങ്ങളെ സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു, ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഗവൺമെന്റും ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ ജനങ്ങളുടെ വലിയ സംഗമ സാഗരം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടികൾ ഉണ്ടായി. കേരളത്തിന്റെ ചരിത്രം എന്താണ്? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുകളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. 2016 നമ്മൾ 91 സീറ്റുകളുമായി വന്നു. 2021 99 സീറ്റുകളുമായി വന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരെയെല്ലാം വിളിച്ചു പറഞ്ഞു, കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പറഞ്ഞു, ഈ പ്രാവശ്യം നമുക്ക് 111 സീറ്റുകൾ നേടണം. പിണറായി പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടതില്ല. നിയമസഭാ മണ്ഡലത്തിൽ 2016 BJPയുടെ ഒ രാജഗോപാൽ വിജയിച്ചു. അതിനുശേഷം കേരള നിയമസഭയിൽ പിണറായി പറഞ്ഞു, BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. നേമത്ത് 2021 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPയുടെ നിയമസഭാ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞങ്ങൾ പറയുന്നു, 2016 91 സീറ്റുകളുമായും 2021 99 സീറ്റുകളുമായി വന്ന LDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 111 സീറ്റുകളുമായി അതിന്റെ ചരിത്ര വിജയം ആഘോഷിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ഒന്നിച്ചിറങ്ങണം, വിശ്രമമില്ലാതെ ഇനിയുള്ള പോരാട്ട ഭൂമിയിൽ. നമ്മൾ പറയുന്നത് വികസന സന്ദേശ ജാഥയാണ്. ഇവിടെ VD സതീശൻ മറ്റൊരു ജാഥയുമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേര് പുതുയുഗയാത്ര എന്നാണ്. പുതുയുഗയാത്ര എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപത്രങ്ങൾ ഉണ്ട്. 2ാം ലോകമഹായുദ്ധത്തിൽ ലോകത്തെ വിറപ്പിച്ച ഹിറ്റ്ലർ, മുസോളിനി, ജപ്പാൻ ഭരണകൂടം, അവരെല്ലാവരും പറഞ്ഞു, ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പുതുയുഗം തുറക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തിലെ ഫാസിസം ലോകം മുഴുവൻ സ്ഥാപിക്കാൻ ജനവിരുദ്ധമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട ആര്യവംശത്തിന്റെ പ്രതീകങ്ങളെ നിർത്തി കമ്മ്യൂണിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളികളെയും വേട്ടയാടിയ ജർമ്മനിയുടെ ഹിറ്റ്ലറുടെ ഭരണം ലോകം മുഴുവൻ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് പുതുയുഗത്തിന് വേണ്ടി പ്രഖ്യാപനം നടത്തിയ ഭരണകൂടങ്ങളും രാഷ്ട്രത്തലവന്മാരും ഉണ്ടായിരുന്നു. അന്ന് രാജ്യത്തിലെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും അടക്കമുള്ള സഖ്യകക്ഷികൾ പറഞ്ഞു, ഈ രാജ്യം നിലനിൽക്കണം. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ ചരിത്ര പ്രധാനമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് ദ 11th അവർ, ഇത് 11ാമത്തെ മണിക്കൂറാണ്. ഈ പോരാട്ടത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ, ഈ പോരാട്ടത്തിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മൾ വിജ്ഞാനത്തിന്റെയും ജനപക്ഷത്തിന്റെയും ഈ കടലിൽ അഗാധമായ ഗർത്തങ്ങളിലേക്ക് ഈ ലോകം മുഴുവൻ, മാനവികതയുടെ ലോകം മുഴുവൻ മുങ്ങിത്താണ് പോകും. അതുകൊണ്ട് പട്ടാള മേധാവികളെ വിളിച്ചു പറഞ്ഞു, ബ്രേവ് ആൻഡ് ബി ഹെഡ്സ്, ധൈര്യം സംഭരിക്കൂ, മുന്നോട്ട് പോകൂ. അങ്ങനെയാണ് ജർമ്മനിയിലെ ഹിറ്റ്ലറെയും ഇറ്റലിയിലെ മുസോളിനിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ രാജ്യം മുന്നോട്ട് പോയത്. ഞാൻ ഇവിടെ പറയുന്നു, പിണറായി വിജയൻ എന്ന രാഷ്ട്രത്തലവനുണ്ട്, ക്യാപ്റ്റനുണ്ട് നമ്മുടെ മുമ്പിൽ.
പുതുയുഗം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടെടുക്കാൻ പോവുകയാണ് കേരളത്തെ. ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടത്തിയ നേട്ടങ്ങളെ, ഈ രാജ്യത്ത് കൊണ്ടുവന്ന സമാനതകളില്ലാത്ത നേട്ടങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന VD സതീശനെയും പ്രതിപക്ഷ നേതാവിനെയും UDF-നെയും പ്രതിരോധിച്ചുകൊണ്ട് 2ാം ലോകമഹായുദ്ധത്തിൽ ലോകത്തെ സംരക്ഷിച്ചതുപോലെ ഈ കേരളത്തെ സംരക്ഷിക്കാൻ സഖാവ് പിണറായി വിജയനുണ്ട്. കേരളത്തിലൊരു നേതാവുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഒരു മുന്നണിയുണ്ട് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ജാഥ തുടങ്ങിയത് കാസർഗോഡ് നിന്നാണ്, കുമ്പളയിൽ നിന്നാണ്. അടുത്ത സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ടൗണിലാണ്. അവിടെ കിലോമീറ്ററുകൾ മനോഹരമായ ഹൈവേ, ആ ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, സ്ഥലം മുഴുവൻ നിങ്ങൾ സൗജന്യമായി ഏറ്റെടുത്ത് സൗജന്യമായി നൽകിയാൽ മാത്രമേ ഹൈവേ വരികയുള്ളൂ. ഇവിടുത്തെ കോൺഗ്രസും UDF-ഉം എന്താണ് പറഞ്ഞത്? ഹൈവേ വേണ്ട. ഹൈവേയിലേക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഓഫീസുകൾ താഴിട്ട് പൂട്ടി. അവർ പറഞ്ഞു ഹൈവേ വേണ്ട. ഇന്ന് ഹൈവേ വന്നിരിക്കുന്നു, മനോഹരമായ ഹൈവേ. 100 കിലോമീറ്റർ വേഗതയിൽ ഞങ്ങൾ ജാഥ മിനിറ്റുകൾക്കകം കാസർഗോഡ് എത്തി. അത് നടത്തിയത് യൂരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സംസ്ഥാന ഗവൺമെന്റ് 5600 കോടി രൂപ മുടക്കി സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. വികസനത്തിന്റെ പുതുവെളിച്ചം അവിടെ ഉണ്ടായി. അങ്ങനെ റോഡ് സാർത്ഥകമായിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ സമയത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച ഒരേ ഒരു റീച്ചതാണ് ULCC-യുടെ. ആ ULCC അവരുടെ പദ്ധതിയിൽ പെടാത്ത ചില പുതിയ കാര്യങ്ങൾ കൂടി ആ റോഡിൽ എതിരെ വരുന്ന മറ്റേ ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങളിൽ ആ ലൈറ്റ് ഡ്രൈവറെ കണ്ണിൽ പതിയാതിരിക്കാൻ ആവശ്യമായ സേഫ്റ്റി ഗാർഡ്സ് വെച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ചോദിക്കുന്നു, ഗോഡ്ഫാദറിൽ, അവിടെ ഗോഡ്ഫാദർ എന്ന സിനിമയിൽ NN പിള്ള ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് യാത്ര സൗകര്യമാക്കാൻ വേണ്ടി ഹൈവേ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചവർ, അതിന്റെ ഓഫീസുകൾ താഴിട്ട് പൂട്ടിയ കോൺഗ്രസിനും UDF-നും വേണമോ നമ്മുടെ വോട്ട്? ഞങ്ങൾ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയിട്ടുള്ള വികസനങ്ങൾ. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തി അവയവങ്ങൾ മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ചേവായൂരിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തറക്കല്ലിടുകയാണ്. ചെറിയ കാര്യമല്ല. സൗജന്യമായി ഒരുപക്ഷെ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്ന അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതാവ് പിണറായി വിജയൻ ഇന്ന് രാവിലെ തറക്കല്ലിട്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ പുതിയുഗ പിറവി എന്തൊക്കെയാണ്? നിങ്ങളുടെ വീണ്ടെടുക്കൽ എങ്ങനെയാണ്? ഞങ്ങൾ ചോദിക്കുന്നു. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രാഥമികമായ ഒരാഗ്രഹം എന്താണ്? സ്വന്തമായൊരു വീടാണ്. വളരെ വർഷങ്ങൾക്കും വടപ്പള്ളി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ വായിച്ചൊരു നോവലുണ്ട്. അതിന്റെ പേര് ദി നെസ്റ്റ് എന്നാണ്. പക്ഷിക്കൂടിനെ സംബന്ധിച്ചാണ്. ഒരു പക്ഷിക്കൂടുണ്ടാക്കുമ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ, അവസാനം അത് മുട്ടയിടുന്നത്, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ആ കൂടുണ്ടാക്കുമ്പോൾ ആ കൂടിന്റെ ഓരോ നേരുകളും നരുവികളും അത് പാകപ്പെടുത്തിയെടുക്കുമ്പോൾ ആ പക്ഷിയുടെ മനസ്സിലുണ്ടാവുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ഓരോരുത്തർക്കും ആഗ്രഹമാണ്. സ്വന്തമായ വീട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രാജ്യത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ പോരാട്ടങ്ങൾ നടന്ന, നവോത്ഥാന പോരാട്ടങ്ങൾ നടന്ന രാജ്യം, മാറുമറക്കാൻ അവകാശമില്ലാത്ത സ്ത്രീത്വമുണ്ടായിരുന്ന നാട്,
മുലയറുത്ത് കൊടുത്തുകൊണ്ട് പ്രതിഷേധം നടത്തിയ ഇന്ത്യ കേരളത്തിലെ സ്ത്രീകളുള്ള നാട്. അമ്പലങ്ങളിൽ പ്രവേശനത്തിന് വേണ്ടി, അമ്പലക്കുളങ്ങളിൽ കുളിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, മുട്ടിന് താഴെ മുണ്ടുടുക്കാനുള്ള അവകാശത്തിന് വേണ്ടി, അടയാള വർഗത്തിന്റെ പ്രത്യേകമായ കല്ലുവാല മരിച്ചെറിയുന്നതിന് വേണ്ടി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളിയുടെ ആ വലിയ പോരാട്ടങ്ങൾ രാജ്യം നേടിയെടുത്ത വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് എല്ലാവർക്കും വീട് കൊടുക്കുക എന്ന പദ്ധതി. 5 ലക്ഷം വീടുകൾ ഈ ഫെബ്രുവരിയിൽ പൂർത്തീകരിക്കുകയാണ്. കുറെ വീടുകൾ നൽകി, ലക്ഷക്കണക്കിന് വീടുകൾ, 4 ലക്ഷത്തോളം വീടുകൾ നൽകി കഴിഞ്ഞു. അന്ന് ആ വീട് ലൈഫ് പദ്ധതി വന്നപ്പോൾ അന്നത്തെ UDF കൺവീനർ MM ഹസൻ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി ഉപേക്ഷിക്കും. KC വേണുഗോപാൽ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തിവെക്കും. ഞങ്ങൾ ചോദിക്കുന്നു, രാജ്യത്തിലെ 5 ലക്ഷം ആളുകൾക്ക് വീട് വെക്കാനുള്ള പദ്ധതി അത് നിർത്തിവെക്കുന്ന UDF വേണമോ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ വോട്ട്? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഈ രാജ്യത്തെ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റിൽ എന്താണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ്? വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്നു, എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾക്കോടുകൂടിയുള്ള വൈദ്യസഹായത്തിന് വേണ്ടിയും പഠനത്തിനു വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്രം പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലം സൗജന്യമായി ലഭിക്കണം. സ്ഥലം സൗജന്യമായി ലഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ കിനാലൂരിൽ 250 ഏക്കർ ഭൂമി സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയും എക്വിസിഷൻ നടത്തിയും കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ കൊടുത്തു. നമ്മുടെ സിനിമാ ലോകത്തുള്ള ഒരു വലിയ മനുഷ്യനുണ്ട്, ഭയങ്കര ശബ്ദത്തിലാണ് സംസാരിക്കുക, വായ തുറന്നാൽ ചീത്തയെ പറയൂ. അങ്ങനെ ഈയുടെ വിവാദ വിഷയമായി എയിംസിനെ സംബന്ധിച്ച് തൃശ്ശൂർ വേണം എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വീട് ആലപ്പുഴയാണ്, അവിടെ വേണമെന്ന് ഭാര്യ വീട്ടുകാർ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP പ്രസിഡന്റ് പറഞ്ഞു, തിരുവനന്തപുരത്ത് വേണം. തർക്കങ്ങളാണ്, തർക്കങ്ങളോട് തർക്കം. അവസാനം പത്രക്കാർ ചോദിച്ചു, എന്തേ? ഓ മോനെ എന്നാ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നു, പൊന്നു മോനെ എന്നാണ് വിളിച്ചത്. ശോഭ എങ്ങനെയാണ് വിളിക്കുക ഞങ്ങൾക്കറിയില്ല. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് എയിംസ് ഇല്ല, നമുക്ക് അതിവേഗ റെയിൽവേ ഇല്ല. 7 സംസ്ഥാനങ്ങളിൽ കൊടുത്തു, 7 റെയിൽവേ ട്രാക്കുകൾ കൊടുത്തു, നമുക്കില്ല. നിർമ്മല സീതാരാമനോട് ചോദിച്ചു, എന്തേ കേരളത്തെ ഇങ്ങനെ അവഗണിക്കുന്നു? കേരളത്തെ എന്താണ് ഇങ്ങനെ അവഗണിക്കുന്നു? കുറെ വർഷങ്ങളായി നമ്മെ ഞെക്കി ഞെരുക്കുകയാണ്. ഏറ്റവും അവസാനം ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ നമുക്ക് ഈ രാജ്യത്തിലെ പെൻഷൻ കൊടുക്കണം, നമുക്ക് രാജ്യത്തിലെ സൗകര്യങ്ങൾ നൽകണം, ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കണം. വായ്പ വാങ്ങാനുള്ള പരിധി പോലും 6000 കോടി വെട്ടിച്ചുരുക്കിയ കേന്ദ്ര ഗവൺമെന്റ് എയിംസ് തരാത്തതിനെ പറ്റി ചോദിച്ചപ്പോ നിർമ്മല സീതാരാമന്റെ മറുപടിയാണ്. എന്താ മറുപടി? കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അവിടെ സൗജന്യമായ ചികിത്സ, വൈകുന്നേരങ്ങളിലും OP. നിങ്ങൾക്ക് എന്തിനാണ് പിന്നെ ആരോഗ്യ സംവിധാനം? എന്നാലും രാജ്യത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള തീവണ്ടി തന്നുകൂടെ? അവർ പറയുന്നു 600 കിലോമീറ്റർ ദൂരത്തുള്ള ഹൈവേ, ട്രെയിനിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഹൈവേ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് റെയിൽവേ കോറിഡോർ? അങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നു, രാജ്യത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുക്കാൻ കുറച്ച് പണം വേണ്ടേ? ലോകത്തിലാദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരു നാടായി ഈ കേരളത്തെ പ്രഖ്യാപിച്ച കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരളം രൂപീകൃതമാവുന്നത് 56 നവംബർ 1-ാം തീയതിയാണ്. ആ 1-ാം തീയതി കേരള നിയമസഭയിലും സെൻട്രൽ സ്റ്റേഡിയത്തിലും ലക്ഷങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഇതാ ഇന്ന് മുതൽ ഈ കേരളം അതിദരിദ്രരില്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു.
നിങ്ങൾ ചോദിക്കുന്നു, LDF, UDF, BJP എല്ലാം മാറ്റിവെക്കും. ലോകത്തിൽ ഇത്തരമൊരു നാട് വേറെ എവിടെയുണ്ട്? ഏറ്റവും സംതൃപ്തമായ ജനത അധിവസിക്കുന്നത് സ്കാൻഡിനേഷ്യൻ രാജ്യങ്ങളിലാണ്. ഫിൻലാൻഡ് അടക്കമുള്ള നോർവേ, സ്വീഡൻ അടക്കമുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ഇത്തരമൊരു സമ്പദ്ഘടനയും ജീവിത നിലവാരവും ഉണ്ടോ? ഈ രാജ്യത്തിലെ അതിദരിദ്രരായ മുഴുവൻ ആളുകളെയും അതിൽ നിന്ന് മോചിപ്പിച്ച് ലോകത്തിലെ ഒരേ ഒരു ഭൂപ്രദേശം ഈ കേരളം. അത് LDF-ന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നേടിയ നേട്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് പണമൊന്നും വേണ്ട, നിങ്ങൾക്ക് പണമൊന്നുമില്ല. ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഒരു സഹായവുമില്ലാതെ ഈ രാജ്യത്തിലെ ജനങ്ങളെ അണിനിരത്തി അവരെ മാറോട് ചേർത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ കരുത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഇവിടുത്തെ BJP-യും കോൺഗ്രസും സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഞങ്ങൾ യാത്രയുടെ ഭാഗമായി കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് കാണാൻ പോയി. കഴിഞ്ഞ വർഷം 1.5 വർഷം മുമ്പ് ചൂരൽമലയിലും മുണ്ടക്കയിലും പ്രകൃതി ദുരന്തമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി. 100 കണക്കിന് ആൾക്കാർ മരിച്ചു വീണു. അവർ അനാഥരായി. 451 കുടുംബങ്ങൾ. അവർക്ക് വീടില്ല. അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, LDF നിങ്ങളുടെ കൂടെയുണ്ട്, ഈ സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്. കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നു. അദ്ദേഹം വരുമ്പോൾ എപ്പോഴും ക്യാമറകളും വീഡിയോകളും ഫോട്ടോഗ്രാഫറെല്ലാം അണിനിരത്തും. എന്നിട്ട് അദ്ദേഹത്തെ മുമ്പിൽ നിർത്തും. BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് വന്നപ്പോൾ BJP ഓഫീസ് താഴെ വന്നപ്പോൾ ആ പ്രസിഡന്റ് മുമ്പിലായി പോയി. അദ്ദേഹത്തെ പിടിച്ചപ്പുറം വെച്ച് ഇതാ എന്നെ എടുക്കൂ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഒരു ചെറിയ കുട്ടിയെ തന്റെ നരച്ച താടി തടവിക്കുന്ന ഫോട്ടോ എടുത്ത് സഹതാപത്തിന്റെയും അനുരാഗത്തിന്റെയും കാര്യങ്ങൾ പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, നിങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കൂ, എത്ര വേണമെങ്കിൽ തരും. 2800 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ രാജ്യത്തെ ചിന്തിക്കുന്ന ജനങ്ങളോട് ചോദിക്കുന്നു, ഒരു രൂപ തന്നോ കേന്ദ്ര ഗവൺമെന്റ്? ഇല്ല. അത് കഴിഞ്ഞ് VD സതീശന്റെ ഒരു പ്രഖ്യാപനം, കോൺഗ്രസ് 100 വീടുകൾ ഉണ്ടാക്കും. അപ്പൊ യൂത്ത് കോൺഗ്രസ്, ഇപ്പോ ജയിലിലും അപ്പുറം ഇപ്പുറം നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന അയാൾ പ്രഖ്യാപിച്ച 30 വീടുകൾ യൂത്ത് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ 100 വീട്. ആൾക്കാരെ നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി, വീടില്ലാത്തവർക്ക് മനോഹരമായ വീടുകൾ. ഞങ്ങൾ അവിടെ പോയപ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. ആ ULCC ഊരാളെങ്കിൽ ലാബറട്ടറി സൊസൈറ്റി എടുക്കുന്ന ആ പ്രോജക്റ്റിന്റെ പ്രോജക്ട് മാനേജർ എന്റെ ഇളയ മകനാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ച് 278 കുടുംബങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം വീടുകൾ കൈമാറുകയാണ്. മറ്റു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. 20 ലക്ഷം രൂപ ചെലവുള്ള വീടുകൾ, അതിന്റെ മേലെ 2 or 3 തട്ടുകൾ എടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ, ഓരോ വീടിനും ചുറ്റുമതിൽ, ഓരോ വീടിന്റെ അടുത്തേക്കും റോഡ്, കാറുകൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ, നഴ്സറി, LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഷോപ്പിംഗ് മാളുകൾ, ആശുപത്രി, ചെറുതും വലുതുമായ ആശുപത്രി. അങ്ങനെ ഒരു നാട്ടിൽ എന്തൊക്കെ വേണമോ അതൊക്കെ, ഒരു ജനതയ്ക്ക് എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ്. ആദ്യമേ പ്രഖ്യാപനം വന്ന കോൺഗ്രസ് പറഞ്ഞല്ലോ 100 വീട്. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് പണം തന്നാൽ മതി, സർക്കാർ സ്കീം 15 ലക്ഷം രൂപ. ഞങ്ങൾ ഇന്നലെ അവിടെ പോയപ്പോ അവർ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് തന്നാൽ മതി, ഞങ്ങൾ വാങ്ങിയ 15 ലക്ഷം അങ്ങോട്ട് തരാം. അതാണ് LDF. ആ സ്കീം, ആ ടൗൺഷിപ്പ് നടപ്പാക്കിയതിലൂടെ ഞാൻ പറയുന്നു, ഇവിടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആ ഒരൊറ്റ പദ്ധതി മതി നിരാശ്രയരായ, നിരാലംബരായ 100 കണക്കിന് കുടുംബങ്ങളെ ഏറ്റവും ആധുനികമായി ടൗൺഷിപ്പിൽ കൊണ്ടുവരാൻ 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്
ആ ഒരൊറ്റ പദ്ധതി മതി. മൂന്നാം വട്ടവും ഇതാ പിണറായി വിജയൻ നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ ഈ രാജ്യത്ത് ജനങ്ങൾ സന്നദ്ധമാവുന്ന ഒരു അടയാളപ്പെടുത്തലായി ആ പദ്ധതി മാറുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ! ഈ കേന്ദ്ര ബഡ്ജറ്റിനെതിരായി ഒരു പ്രമേയം അവതരിപ്പിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ. അപ്പൊ ഇവരെന്താ ചെയ്തത്? കോൺഗ്രസ്സുകാർ എന്താ ചെയ്തത്? സഭ ബഹിഷ്കരിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മൾ ഓർക്കണം, ഈ രാജ്യത്തിലെ UPA ഗവൺമെന്റ് അന്നത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. സോഷ്യലിസ്റ്റായ രഘുവംശ പ്രസാദ് ആ പദ്ധതി പാർലമെന്റ് അവതരിപ്പിച്ചു. 2006 മുതൽ ഉറപ്പായ ഉപജീവന മാർഗം എന്ന പദ്ധതി കൊണ്ടുവന്നു. ഇവിടുത്തെ കോൺഗ്രസ് നിലപാട് എന്താണ്? BJP ഗാന്ധിജിയെ അതിൽ നിന്ന് തുറത്തു മാറ്റി. അവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഗാന്ധിജിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ സവർക്കർ, അദ്ദേഹത്തെ കൊന്ന ഗോഡ്സെ അവരെ മഹാത്മാരാക്കി മാറ്റിയിരിക്കുന്നു. ആ സവർക്കറുടെ ഛായാചിത്രത്തിൽ പൂമാലയാൻ VD സതീശൻ പോകുന്നു. ഞങ്ങൾ പറയുന്നു, ഗാന്ധിജിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ VD സവർക്കറും ഗാന്ധിജിയെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവ് VD സതീശനും VD സവർക്കറും ഒരു നാണയത്തിന് രണ്ട് പുറങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ 18 കോടി അതിൽ 90% സ്ത്രീകൾ ആ തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്ത നടപടിക്കെതിരായി കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നു. അതിനനുകൂലിക്കാൻ കോൺഗ്രസ് ഉണ്ടോ? ഈ രാജ്യത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ BJP നേരത്തെ തീരുമാനിച്ചില്ല. കോൺഗ്രസ് ഉണ്ടോ? കഴിഞ്ഞ ഈ പദ്ധതി 20 വർഷമായി നടപ്പാക്കുന്നു. അതിനുവേണ്ടി ആകെ ചെലവഴിച്ചത് 10 ലക്ഷം കോടി രൂപ. BJP ആരുടെ കൂടെ? കോൺഗ്രസ് ആരുടെ കൂടെ? എന്നാൽ ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾ, ഈ രാജ്യത്തിലെ കുത്തക മുതലാളികൾ, അവർക്ക് വേണ്ടി അവർ വാങ്ങിയ വായ്പകൾ. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 2016 നവംബർ മാസം 8-ാം തീയതി നോട്ടുകൾ പിൻവലിച്ചു. 1000 രൂപയുടെയും 500 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ രാജ്യം 4 പേരാണ് ഭരിക്കുന്നത്. 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി, 2 അമിത്ഷാ, 3 അദാനി, 4 അംബാനി. ഈ 4 പേരുടെ 2 പേർക്ക് വേണ്ടി, അദാനിക്കും അംബാനിക്കും വേണ്ടി കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ കൊടുക്കണമെന്ന് പറഞ്ഞു SBIയിൽ നിന്ന്. ഇന്ത്യയുടെ ഗവർണർ, റിസർവ് ബാങ്കിന്റെ ഗവർണർ പറഞ്ഞു പാടില്ല. അദ്ദേഹത്തെ മാറ്റി അദാനിയുടെ അംബാനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉർജിത് പട്ടാലിനെ ഗവർണറാക്കി. എന്നിട്ട് പറഞ്ഞു ഇഷ്ടം പോലെ പണം കൊടുത്തുകൊള്ളൂ. ഈ രാജ്യത്തെ നോട്ട് പിൻവലിക്കൽ നടപടിയിൽ നിന്ന് ഈ രാജ്യം ഇതേവരെ വിമുക്തമാക്കിയായിട്ടില്ല. നിർമ്മാണ മേഖല, കർഷക തൊഴിലാളി മേഖല, റിയൽ എസ്റ്റേറ്റ് മേഖല എല്ലാം തകർന്നു പോയി. അവിടെ താല്പര്യമെന്ത്? ഇവിടുത്തെ BJP ഗവൺമെന്റ് അദാനിയും അംബാനിയും അടക്കമുള്ള വൻകിട മുതലാളികൾ വാങ്ങിയ വായ്പ, ഇവിടുത്തെ 20 വർഷം ഈ രാജ്യത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ചെലവഴിച്ച 10 ലക്ഷം കോടിയാണെങ്കിൽ 10 വർഷത്തിനുള്ളിൽ 28 ലക്ഷം കോടി രൂപ എഴുതി തള്ളുകയുണ്ടായി അദാനിയുടെയും അംബാനിയുടെയും. ഇവിടെ താല്പര്യം ആരുടെ കൂടെ? ഇവിടെ താല്പര്യം ഈ രാജ്യത്തെ മുതലാളികളുടെ താല്പര്യം, ഈ രാജ്യത്തിലെ വരേണ്യവർഗത്തിന്റെ താല്പര്യം. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം. ഇവിടെ സമാധാനം വേണം, മതസൗഹാർദ്ദം വേണം. ഈ രാജ്യം സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ ആലോചിക്കണം. ഇന്ത്യ വിഭജനമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം വൈരത്തിന്റെ കാരണഭൂതമായത്. അത് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഗാന്ധിജി അവസാനം വരെ പറഞ്ഞു ഇന്ത്യയെ വിഭജിക്കരുത്. സംഘപരിവാർ RSS ഹിന്ദു മഹാസഭ പറഞ്ഞു ഞങ്ങൾക്ക് ഹിന്ദു രാഷ്ട്രം വേണം. ജിന്ന പറഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രം വേണം. ഗാന്ധിജി പറഞ്ഞു ഇന്ത്യയെ വിഭജിക്കരുത്. അങ്ങനെ പറഞ്ഞപ്പോൾ
ആ ഗാന്ധിജിയെ പങ്കെടുപ്പിക്കാതെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് ഇന്ത്യ വിഭജനം അംഗീകരിച്ചത്. കാരണം ചിലർക്ക് പ്രധാനമന്ത്രിയാവണം, ചിലർക്ക് ഉപപ്രധാനമന്ത്രിയാവണം. അങ്ങനെ മൗണ്ട് ബാറ്റന്റെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും ഇന്ത്യ വിഭജനം പൂർത്തിയായി. അന്ന് രാജ്യത്തിലെ ജനങ്ങൾ, ഹിന്ദു മുസ്ലിങ്ങൾ സംഘർഷത്തിലായി. ഒരു കൈയിൽ ഭഗവത്ഗീതയും മറുകൈയിൽ ഈ രാജ്യത്തിലെ ഖുറാനും കയ്യിലെന്തിക്കൊണ്ട് ഗാന്ധിജി പറഞ്ഞു, ഈശ്വരല്ല തേരാദാം, എന്റെ രാമൻ മുസ്ലിം കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്തിലെ കോൺഗ്രസുകാർ, ഈ രാജ്യം നമ്മൾ മതം അല്ല പ്രശ്നം. ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരൻ, യുവജനതക്കാരൻ, യുവാക്കൾ പറഞ്ഞു, ഇവിടെ മതമല്ല 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 പ്രശ്നം, മാനവികതയാണ്, മനുഷ്യത്വമാണ്. ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ട്, മതമാണ് 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 പ്രശ്നം. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു, ഈ രാജ്യത്തിലെ മതേതരത്വമാണ്, മാനവികതയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രത്തെ, ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സംസ്കാരത്തെ നിലനിർത്തുന്നത്. അത് തകർക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അതിനെതിരായി ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിന്റെ കൂടെ നിൽക്കും. നമ്മൾ ആലോചിക്കണം, ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ചിരാനുജ എന്ന് പറയുന്ന പാലക്കാട് ഒരു പെൺകുട്ടി വെടിയേറ്റ് മരിച്ചപ്പോൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? മാറാട് കലാപമുണ്ടായത് ഏത് കാലഘട്ടത്തിൽ? വയനാട്ടിൽ ആദിവാസികളെ ആട്ടി ഓടിച്ച് വെടിവെച്ച് കൊന്നപ്പോൾ ആരായിരുന്നു കേരളത്തിലെ ഭരണാധികാരികൾ? ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, 10 വർഷക്കാലത്തിനുള്ളിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാവാത്ത ഇന്ത്യയിലെ ഒരു പ്രദേശം ഈ കേരളമാണ്. ഈ കേരളത്തെ നിലനിർത്താൻ കഴിയണം. നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. വികസനം ഉണ്ടാവണം. ഇപ്പോൾ അതിദരിദ്രരാണ് ഇല്ലാതായതെങ്കിൽ ദാരിദ്ര്യത്തെ അവസാനിപ്പിക്കാൻ കഴിയണം. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാൻ കഴിയണം. ഈ രാജ്യത്തിലെ സ്ത്രീ വിരുദ്ധത ഇല്ലാതാക്കാൻ കഴിയണം. അങ്ങനെ പുതിയ നവോത്ഥാനത്തിന്റെ പടച്ചട്ടയണിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മനസ്സിൽ കരുതലായി, നെഞ്ചകം ഒരുകുന്ന വേദനയോടുകൂടിയും കഷ്ടപ്പാടുകൂടിയും സഹിച്ചുകൊണ്ട് ഈ മുന്നണിയെ നിലനിർത്താൻ ആവശ്യമായ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള കാലം വിശ്രമമില്ലാതെ പൊരുതാൻ സന്നദ്ധമാവണം. നമുക്കിവിടെ ജീവിക്കാൻ, സമാധാനപരമായി ജീവിക്കാൻ, ഈ നാട്ടിലെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പൊ കുഞ്ഞമ്മദ്കുട്ടി മാഷ്, നമുക്കറിയാം, വടകരന്ന് ചേലക്കാടേക്കുള്ള റോഡ് അത് മനോഹരമായ റോഡായി മാറാൻ പോവുകയാണ്. അത് തീവ്രമായി എന്നെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഓരോ നാട്ടിലും ഓരോ ഗ്രാമത്തിലും LDF ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ആ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ, അതിദരിദ്രരില്ലാത്ത, സമ്പൂർണ്ണ വിദ്യാഭ്യാസം നേടിയ, സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന, സമ്പൂർണ്ണ തൊഴിൽ നൽകുന്ന ഒരു പുതിയ രാജ്യം, പുതിയ നാട് അതായട്ടെ ഈ കേരളം. അതിനുവേണ്ടി വിശ്രമമില്ലാത്ത പോരാട്ടത്തിൽ 2ാം ലോക മഹായുദ്ധത്തിൽ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തിയതുപോലെ പുതിയ യാത്ര വരുന്ന ആ VD സന്ദേശനെ വിളിച്ചു നിർത്തി ചോദിക്കണം, നിങ്ങൾ ഹൈവേക്കെതിരായിരുന്നില്ലേ? ആ ഹൈവേ വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ രാജ്യത്തിലെ പാവപ്പെട്ടവൻ മരിച്ചുവിടപ്പോൾ അവര് വഴി പിരിവ് നടത്തി നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്തില്ല. ലൈഫ് പദ്ധതി വേണ്ട എന്ന് പറയുന്ന നിങ്ങൾക്കാണോ നിങ്ങൾ നിൽക്കേണ്ടത്? അതുകൊണ്ട് നമ്മുടെ പക്ഷം തീരുമാനിച്ച പക്ഷമാണ്, അത് ജനപക്ഷമാണ്. ആ ജനപക്ഷത്തിന്റെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിൽ നിങ്ങളുടെ എല്ലാം മനസ്സും ശരീരവും ചിന്തയും ക്യാമ്പയിനും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥക്ക് നൽകിയ സ്വീകരണത്തെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞങ്ങൾ കടന്നു വന്ന വഴികളെല്ലാം 10,000-ങ്ങളെ കൊണ്ട് നിറഞ്ഞ ആവേശോജ്വലമായ സ്വീകരണങ്ങളിലൂടെയാണ് ഇവിടെ കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആയഞ്ചേരിയിലെത്തി. 1000-ങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്താണ് പുറത്തുള്ളത്. സ്വീകരിക്കാൻ വന്നിട്ടുള്ള 1000-ങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാനേ പറ്റിയിട്ടില്ല, അവരവിടെ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ജാഥയെ ജനങ്ങൾ നെഞ്ചേറ്റിയിരിക്കുകയാണ്. 10,000-ങ്ങൾ ഇങ്ങനെ ഓരോ കേന്ദ്രത്തിലും എത്തിച്ചേരുന്നു എന്നുള്ളത് ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങളുള്ളത് കൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്.
ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരായി എല്ലാ ഭൂഷ്വ പ്രചാരവേദിയും മാധ്യമങ്ങളും ഭൂഷ്വ പാർട്ടികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ള പ്രചാരവേലയെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും നാക്കാണ് അതിന് കരുത്തുറ്റായുധമെന്ന് കണ്ടെത്തിയിട്ട് തന്നെയാണ് ഈ ജനത ഒറ്റക്കെട്ടായി ഈ ജാഥയ്ക്ക് പിന്നിൽ അണിചേർന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രാധാന്യം. ഞങ്ങൾ ഈ ജാഥയിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ സംബന്ധിച്ചല്ല ഇവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. രത്ന ചുരുക്കമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ വളരെ സുദീർഘകാലം മുതലൊരു പാരമ്പര്യം കേരളത്തിനുണ്ട് എന്ന് ധരിക്കേണ്ടതുണ്ട്. ഉള്ള പാരമ്പര്യമെല്ലാം മോശമായ പാരമ്പര്യം. ചാതുർവർണ്ണയത്തിൻ്റെ കാലം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതെല്ലാം അനുഭവിച്ച ജനതയാണ് കേരളത്തിൽ. മനുസ്മൃതി എന്ന് പറയുന്ന ഒരു പുസ്തകത്തെപ്പറ്റി RSകാർ ഇപ്പോൾ പ്രസംഗിക്കുന്നുണ്ട്. അത് ബ്രാഹ്മണ്യത്തിൻ്റെ കാലത്ത് ബ്രാഹ്മണന് എത്ര അകലെ ഓരോ ജാതിക്കാരും നിൽക്കണം എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം. അത് രേഖപ്പെടുത്തിയ പുസ്തകമാണത്. ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, സവർണർ. അതൊരു 15% പോലും ഇല്ല. ബാക്കി അവർണർ. അവരെ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, കണ്ടുകൂടാ. അവർ സഞ്ചരിക്കുമ്പോൾ ബ്രാഹ്മണന് അല്ലെങ്കിൽ സവർണന് ഐത്തമാവാതിരിക്കാൻ വേണ്ടി ഇവൻ ഈ പാവപ്പെട്ട മനുഷ്യൻ വഴിനീളെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഓയ് ഓയ്. അപ്പോൾ കേട്ടാൽ മനസ്സിലാവും ഏതോ ഒരു ഐത്തക്കാരനുണ്ട്. ഇതാ ചിത്രം. ഇത് അഭിമാനകരമായിട്ടുള്ള ഭൂതകാലാണോ? അപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ്. ഈ ഭ്രാന്താലയം എന്ന് പറഞ്ഞ നാട് എങ്ങനെയാണ് മനുഷ്യാലയമായി മാറിയത്? അതതിൻ്റെ ആയിരക്കണക്കിന് വർഷക്കാലത്തെ ഭൂതകാല ചരിത്രമല്ല. നവോത്ഥാന പ്രസ്ഥാനം മുതലേ ആരംഭിക്കുന്നുള്ളൂ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, അതുപോലെ നമ്മുടെ വാഗ്ഭടാനന്ദൻ, ഇങ്ങനെയുള്ള നവോത്ഥാന നായകന്മാർ ഉഴുതു മറച്ചിട്ട മണ്ണാണ് കേരളം. അതിൻ്റെ മേലെയാണ് ദേശീയ പ്രസ്ഥാനം. അതിൻ്റെ ഒപ്പമാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം. അവരാണ് ഈ കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റിയത്, അല്ലാതെ കോൺഗ്രസും BJP അല്ല. ഞാനിങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ്സുകാരോ BJPക്കാരോ ഉണ്ടെങ്കിൽ അവരുടെ പങ്കെന്താണ് എന്ന് അവരാലോചിക്കട്ടെ. 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്തായിരുന്നു കേരളം? അന്ന് കേരളമില്ല. തിരുവിതാംകൂറിൻ്റെയും തിരുക്കൊച്ചിയുടെയും അതുപോലെ തന്നെ ഈ മലബാറിൻ്റെയും അവസ്ഥ വളരെ ദയനീയമായിരുന്നു. പട്ടിണിയായിരുന്നു, അർദ്ധപട്ടിണിയും പട്ടിണിയും. അവിടെയാണ് 57 VMSന്റെ ഗവൺമെന്റ് വരുന്നത്. വെറുതെ വന്നതല്ല. ഈ ജനജീവിതത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പോരാട്ട വീര്യത്തോടുകൂടിയുള്ള അതിശക്തമത്തായ സമരങ്ങളിലൂടെ, രക്തസാക്ഷിത്വത്തിലൂടെ കേരളം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നപ്പോഴാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ജനസമ്മതിയോടെ അധികാരത്തിൽ വരാൻ കേരളത്തിൽ കഴിഞ്ഞത്. ഒന്നുകൂടി ഞാൻ പറയാം, ജനസമ്മതിയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്താദ്യമായി അധികാരത്തിൽ വന്ന നാട് ഈ കേരളമാണ്. അതാ കേരളത്തിൻ്റെ പ്രത്യേകത. ആ കേരളത്തിലാണ് VMS പറഞ്ഞത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 1957 ഏപ്രിൽ 5-ന്. 5 കഴിഞ്ഞ് 6, 7, 8, 9, 10, 11-ാം തീയതിയാണ് ഒരു ഓർഡിനൻസ് ഇറക്കിയത്. ആ ഓർഡിനൻസിൽ പറഞ്ഞു, ഇനി മുതൽ ഈ നാട്ടിലെ ജന്മിമാർ, ഭൂപ്രമാണിമാർ, അവരതാണല്ലോ ഭൂമി, ആ ഭൂമിയിലെ കുടികിടപ്പുകാരനും കുടിയാനും ഇനി ഭൂമിയിൽ നിന്ന് ഇറക്കാൻ ഒരു ജന്മിക്കും ഒരു ഭൂപ്രഭുവിനും അവകാശമില്ല എന്ന കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്.
ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ എന്ത് ഓർഡിനൻസ് എന്നൊക്കെയല്ലേ വിചാരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഓർഡിനൻസിലൂടെയാണ് മലയാളത്തിൽ അർത്ഥസമ്പൂർണമായൊരു പദമുണ്ട്. തനിക്ക് നിൽക്കാൻ ഇടം കിട്ടിയാൽ എന്താവും? ഇടം കിട്ടിയാൽ എന്താവും? വെറുതെ ഇരുന്ന പോരാ, മുമ്പിൽ വന്ന് റെഡിയായിട്ട് ഇരുന്നിട്ടുണ്ട്, ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്താ മലയാളത്തിൽ നിൽക്കാൻ ഇടം കിട്ടിയാൽ എന്താവും? പറഞ്ഞാലേ അപ്പം പ്രസംഗിക്കും. തൻ്റെ ഇടം. ഇന്ത്യയിൽ ആദ്യമായി തൻ്റെടിയായ ഒരു ജനത രൂപപ്പെട്ടത് കേരളത്തിലാണ്. ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ നിൽക്കാൻ ഇടമില്ല. കോടിക്കണക്കിന് മനുഷ്യർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, കിടപ്പാടില്ല. അപ്പോൾ നമുക്കിവിടെ 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി 1970 കാർഷിക ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി നമുക്ക് നേടാനായി. എത്രയാ? 36 ലക്ഷം കുടുംബങ്ങൾക്ക്. 1, 2, 10 അല്ല, 36 ലക്ഷം കുടുംബങ്ങൾക്ക്. ഇവിടെ RSകാരും BJPക്കാരും ചോദിക്കാറില്ലേ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്താ ഉണ്ടാക്കിയേ, എന്താ തന്നേ എന്ന് ചോദിക്കുന്നില്ലേ? ആ ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞത്. ഭൂപ്രഭുത്വത്തിന്റെ ഭാഗമായി VMS പറഞ്ഞ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അടിമ തുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട മനുഷ്യൻ, കർഷക തൊഴിലാളിയും കൃഷിക്കാരനും, അവന് സ്വന്തം ഭൂമി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭൂമിയില്ലാതിരുന്ന ഈ മനുഷ്യന്റെ പോരാട്ടങ്ങൾക്ക് തീപിടിക്കുന്ന ശക്തമത്തായ ഉജ്ജ്വലമായ വർഗസമര പോരാട്ടങ്ങളിലൂടെ ഈ കേരളത്തിൽ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി 67 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 69 ഒക്ടോബർ 14 കാർഷിക മേഖലയിൽ ജന്മിത്വം അവസാനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം പാസാക്കിയെടുത്തു. ആ പാസാക്കിയ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നു. അങ്ങനെയാണ് 1970 ആദ്യമാവുമ്പോഴേക്ക് ഈ കേരളത്തിൽ 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നേടിക്കൊടുത്ത ചെമ്പതാകിയുടെ പ്രസ്ഥാനത്തിന്റെ കരുത്തിലാണ് ഈ കേരളം മുന്നോട്ടേക്ക് വന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ശരിയാണ്. അതാ ഈ കേരളം. അങ്ങനെയാണ് ഈ കേരളം രൂപപ്പെട്ടത്. ജന്മിത്വം അവസാനിപ്പിച്ചു. ഇന്ന് ജന്മിയില്ല, സിനിമയിലും നാടകത്തിലേ ഉള്ളൂ. ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലത്തും ജന്മിയുണ്ട്. എന്തായിരുന്നു ജന്മിത്വം? ഞാനതിന്റെ കാടത്തത്തിന്റെ ഒന്നും കടക്കാൻ സമയമില്ലാതുകൊണ്ട് കടക്കുന്നില്ല. 5 മണിക്ക് യഥാർത്ഥത്തിൽ വടകര സമാപനാണ്. 5 മണിക്കൊന്നും ഇനി എത്താൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. 6 മണിയാവാനായി ഇവിടെ പ്രസംഗിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ വലിയ ഗൗരവപൂർവം ഈ ജാതകം 2 കാര്യമാണ് പറയുന്നത്. അതിലൊന്ന്, മതനിരപേക്ഷതക്ക് ലോകം കാതോർക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രഭൂമിയാണ് കേരളം. നമ്മുടെ ബഡ്ജറ്റിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഈ കേരളം ഇല്ല. ഇപ്പോഴും മാത്രമല്ല ഇല്ലാതായത്, മുമ്പുമില്ല. 10 ബഡ്ജറ്റിലും ഇല്ല. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ എന്താ ഉള്ളത്? പുറം. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ എന്താ ഉള്ളത്? നമുക്ക് കേരളത്തിന് ആമയും മുട്ടി. ആമ മുട്ടിയിടും, ആമ പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മുട്ട വിരിയും, അതും പോവും, ആമയും പോവും. നമുക്കൊന്നും കിട്ടൂല. നമ്മളെ പരിഹസിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്രത്തിന് നമ്മളുള്ള ദേഷ്യമാണ്, നമ്മളുള്ള അമർഷമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജനത തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് കേരളം എന്നുള്ളതാണ് ഈ അമർഷത്തിന്റെ, ദേഷ്യത്തിന്റെ, പകപോക്കലിന്റെ അടിസ്ഥാനം. ഞങ്ങൾ കീഴടങ്ങുമെന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കേരള ജനത കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, കീഴടങ്ങില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. പോയാൽ നിങ്ങളുടെ ഭൂപടത്തിൽ കേരളമില്ല എങ്കിൽ ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗമായി കേരളത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന ഒരു പുതിയ കേരളമാക്കി ഞങ്ങൾ ഈ കേരളത്തെ മാറ്റും ലോകത്തിന്റെ മുമ്പിൽ. അതാ ഞങ്ങളുടെ ഉന്നം. ലോകത്ത് ഞങ്ങൾ ഇത് ചെയ്യും. ഇന്ന് അടയാളപ്പെടുത്തുന്ന, ഇപ്പൊ തന്നെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ലോകത്തിലെ ചൈന കഴിഞ്ഞാലുള്ള ആദ്യത്തെ മുതലാളിത്ത സമൂഹത്തിലെ നാട് ഈ കേരളമാണ്. ഇപ്പൊ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇനി ഫെബ്രുവരി മാസം അവസാനിക്കുമ്പോഴേക്ക്
ഞങ്ങൾ 5 ലക്ഷം വീട് പൂർത്തിയാക്കി. 5 ലക്ഷം വീട്ടിലും പാവപ്പെട്ട മനുഷ്യന് കിടന്നുറങ്ങാൻ സാധിക്കുന്ന അടച്ചുറപ്പുള്ളൊരു വീട് കിട്ടും. ഇത് ലോകത്ത് വെടിയില്ല മുതലാളിത്തത്തിൽ. ഞാൻ ഈ കേരളത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കേരളം മാത്രം ധരിക്കണ്ട, ലോകത്തില്ല, മുതലാളിത്ത സമൂഹത്തിലില്ല. മുതലാളിത്ത സമൂഹത്തിന്റെ നിയമം എന്തറിയോ? എന്താ പ്രതിസന്ധി? ഞാൻ പറയാ, പിന്നെ നിങ്ങൾ പറയണം. സമ്പന്നർ കൂടുതൽ പറഞ്ഞോ, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, മറുഭാഗത്തോ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. ഇതാണ് മുതലാളിത്തം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. കോൺഗ്രസും BJPയും കൂടി ചെയ്തത് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായി ടാറ്റയെയും ബിർളയെയും സിംഗാനിയെയും, ഇപ്പോഴാണെങ്കിൽ BJP ആരെയാ? രണ്ടാളെ പറ. അന്ന് കിട്ടുന്നില്ല, പിന്നെ എന്താ പറ? അദാനിയെയും അംബാനിയെയും. ശരിയാണ്, ഇവരെ ലോക മുതലാളിമാരാക്കാനാണ്. അതാണ് വലതുപക്ഷം, VD സതീശന്റെ പക്ഷം. എന്നിട്ട് VD സതീശൻ പറയും ഞങ്ങൾ ഇടതുപക്ഷമാണ്. ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് നുണയും പറയാൻ ഒരു മടിയില്ലാത്ത ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് എന്നിട്ട് എന്നെപ്പറ്റി പറയാണ്. എന്താ പറഞ്ഞത്? ഇന്നിപ്പം പറഞ്ഞിരിക്കുകയാണ്, മറവി രോഗമാണ് എനിക്ക് മറവി രോഗമല്ല, VD സതീശന് നുണ പറയുന്ന രോഗമാണ്. തുടർച്ചയായി നുണ പറയുന്ന രോഗം, അതാ VD സതീശന് ബാധിച്ച രോഗം. എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാക്കെടുത്താൽ നുണയെ പറയും. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നുണ. ഈ കേരളത്തിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാനാവും, നമുക്കൊരു പുതിയ കേരളം സൃഷ്ടിക്കാനാവും. അതിനാദ്യം വേണ്ടത് ഈ ജാതിയുടെ ഒന്നാമത്തെ മുദ്രാവാക്യം മതസൗഹാർദ്ദമാണ്, മതനിരപേക്ഷത. എന്തെല്ലാം കള്ളത്തരാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് SIR എന്ന് പറയുന്നത് പിണറായി വിജയൻ കൊണ്ടുവന്നതാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും UDFും BJPയും DU എല്ലാം പറഞ്ഞില്ലേ? ഇവരെല്ലാം ഒരേപോലെയാണ്, ആവുന്നത് പോലെ കളവ് പറയുകയാണ്. ഞങ്ങളാണോ SIR കൊണ്ടുവന്നത്? ആ SIRനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് ഞാനല്ലേ? CPIMന്റെ ഭാഗമായിട്ട് കേസിൽ പോയത്. ഈ കേരളത്തിൽ ഗവൺമെന്റ് അതിന്റെ ഭാഗമായില്ലേ? എന്നിട്ട് ഈകാർ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചിലയാൾ പറഞ്ഞു ഞങ്ങൾക്ക് 2000 രൂപ കിട്ടി പെൻഷൻ. 2000 രൂപ കിട്ടിയോ? കിട്ടി. എടാ, നിങ്ങൾക്ക് ഈ 2000 രൂപ തരുന്നത് എന്തിനാ അറിയോ? ഇല്ല. എന്തിനാ? നിങ്ങൾക്ക് 2000 രൂപ തന്ന് നിങ്ങളുടെ ലിസ്റ്റ് എടുത്തില്ലേ? ഇപ്പോൾ SIR എടുത്തില്ലേ? എടുത്തു. അതിൽ ചേർക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ലേ? കൊടുത്തു. അത് പിണറായി കൊണ്ടുവന്നെയാണ്. നിങ്ങളെല്ലാം ഇപ്പം നിങ്ങൾക്ക് 2000 രൂപ തരും. അത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ബംഗ്ലാദേശിലയക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പറഞ്ഞയക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയ പ്രചരണമാണ്, കള്ള പ്രചരണം. SIRനെതിരായിട്ട് അതിനിശ്ചിതമായ നിലപാട് സുപ്രീം കോടതി വരെ കേസിന് പോയ പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്നിട്ട് കള്ള പ്രചരണം നടത്തുക. പിന്നെ പറഞ്ഞ കള്ള പ്രചരണം എന്താ? വിശ്വാസത്തിന്റെ പേരിലാണ്. ഏതാ പറഞ്ഞു? നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താ? ഈരടി പാട്ട് കേട്ടിട്ടില്ലേ? ഇല്ലേ? ഊറ്റിയെ കേറ്റിയതാരപ്പ ആര്യാ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി KC വേണുഗോപാലിനും. മാറ്റി പാടണം. സഖാക്കളല്ല കയറ്റിയത്. സഖാക്കളൊക്കെ വരുന്നതിന് മുമ്പ് KC വേണുഗോപാൽ എന്ന മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയത്. തന്ത്രിയുടെ അസിസ്റ്റന്റായിട്ട്, തന്ത്രിയും ചേർന്നാണ് എല്ലാ കാര്യവും. ഇന്നിപ്പോൾ രാവിലെ ഒരു ദിവസം ഉണ്ടായി, UDFന്റെ കൺവീനർ ഇപ്പൊ പുറത്തിറങ്ങി. അതുവരെ SIT ചോദ്യം ചെയ്യുകയായിരുന്നു. BJPക്കാരൻ മുമ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനാ. കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തപ്പോൾ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് BJPക്കാർ RSകാർ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ എവിടത്തേക്കാ പോയേ? കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക്, അടൂർ പ്രകാശന്റെ വീട്ടിലേക്ക് പോകാതെ. ഞാനിപ്പോ ഇന്നലെ പോണ്ടേ, ഇന്ന് വൈകുന്നേരം പോകണല്ലോ. ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിച്ച് പോണ്ടേ? നിങ്ങൾ തമ്മിലുള്ള ബന്ധാണ്. ഇവിടെ RSSും കോൺഗ്രസും BJPയും എല്ലാം ചേർന്നാണ്. അതിന് പണ്ടൊരു പേരുണ്ടായിരുന്നു. ആ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോലീബി. കോൺഗ്രസ്, ലീഗ്, BJP. ഇപ്പോഴൊരു പുതിയ കൂട്ടും കൂടി വന്നു. അതേതാ? ജമാഅത്തെ ഇസ്ലാമി. ഇനി നമുക്ക് ഇങ്ങനെ പറയാം,
OLB ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിന്റെ കോർഡിനേറ്റർ ആരാ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു. കോർഡിനേറ്റർ ആരാ? അത് വേറെ ആരുള്ള VD സതീശനാണ്. OLB ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാളും യോജിക്കുന്നത് ഈ കോർഡിനേറ്ററാണ്. എല്ലാ ജാതി മത വിഭാഗങ്ങളുമായി ചേർന്ന് 4 വോട്ട് കിട്ടുമെങ്കിൽ ആ വോട്ട് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിലപാട് സ്വീകരിക്കുകയാണ്. അതാണ് ഈ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അടൂർ പ്രകാശനെ ഇന്ന് ചോദ്യം ചെയ്തപ്പോ SIT ശരിയില്ല. ഞങ്ങൾ ആദ്യം മുതലേ ഒരു കാര്യം പറഞ്ഞു, ഈ SIT ശരിയാണ്. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് അവരന്വേഷിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞു ദിശ ശരിയാണ്, ഇപ്പോൾ SITയുടെ അന്വേഷണ ദിശ ശരിയാണ്, അംഗീകരിക്കുന്നു. അപ്പോൾ VD സതീശൻ പറഞ്ഞു ജാമ്യം കിട്ടുന്നു. അപ്പോൾ കോടതി പറഞ്ഞു ബേജാറാവണ്ട, ഇത് കൊലക്കേസൊന്നുമല്ല, ഇതിന് നല്ല തെളിവ് വേണം. ഇവയെല്ലാം ശിക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ കൃത്യമായ തെളിവുണ്ടായേ പറ്റൂ. ആ തെളിവ് ശരിക്ക് കിട്ടുന്നത് വരെ SIT അന്വേഷണം തുടരട്ടെ. അത് പറഞ്ഞില്ലേ? പിന്നെ ഞങ്ങളെന്തോ കട്ടുന്നാണല്ലോ വ്യാപകമായ പ്രചാരം. ഞങ്ങൾ അമ്പലം വെക്കുന്നവരല്ല എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അവിടെ ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ ഈ പെരുങ്കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി, കെയ്റ്റി എന്ന് പറഞ്ഞ പോറ്റി എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലൻ കയറ്റിയ പോറ്റി, പിന്നെയോ ഈ പോറ്റി കൊണ്ടുപോയ സ്വർണം വാങ്ങിക്കൂട്ടിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി പെരുവറ ഗോവർദ്ധൻ, ഇവരെല്ലാം കൂടി സോണിയാഗാന്ധിയെ കാണാൻ പോയി. എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത്? ഈ പെരുങ്കള്ളന്മാർ പോകുമ്പാരൊക്കെ വന്നു. ആന്റോ ആന്റണി, കോൺഗ്രസിന്റെ MP, ഇപ്പോഴത്തെ UDFന്റെ കൺവീനർ ആരാ? അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശിനെയാണ് ഇന്നിപ്പോ ചോദ്യം ചെയ്തത്. എന്തൊക്കെയായിരുന്നു അന്നത്തെ എല്ലാം വിശദീകരണവും ചർച്ചയും. ചാനലിൽ മുഴുവൻ ചർച്ച അതായിരുന്നു സഖാക്കളെ കയറ്റിയതിനെ പറ്റി. ഇപ്പൊ മുണ്ടാട്ടില്ല, വർത്താനം പറയാൻ ധൈര്യമില്ല. ഞങ്ങൾ അന്നും ഇന്നും ഒരേ കാര്യമാണ് പറഞ്ഞത്, CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതെന്താ? അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. 2, കട്ടവരാരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. 3, അവരാരായാലും അവരാരെയും സംരക്ഷിക്കാനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോഴ് അടൂർ പ്രകാശനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പ്രകോപനായി. ഇനി ആരൊക്കെ ചോദ്യം ചെയ്യുമെന്നുള്ള ഉൾഭയാണ്. സോണിയാഗാന്ധിയെ കാണാൻ പോയവർ ഉൾപ്പെടെയുള്ള കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ഞാനതാ പറഞ്ഞത്, ഇതെല്ലാം തിരിഞ്ഞു കുത്താൻ തുടങ്ങി. ഞങ്ങൾക്ക് കുറച്ച് വോട്ടൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്, അത് ശരി തന്നെയാണ്, ഞങ്ങളത് കണ്ടത് തന്നെയാണ്. പക്ഷെ ജനങ്ങൾ തിരിച്ചറിയും, എല്ലാ കള്ളപ്രചാരവേരെയും ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് വർഗീയ ശക്തികളൊപ്പം ചേർന്നുള്ള ഈ കള്ളപ്രചാരവേര അത് ഈ കേരളത്തിൽ അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ഇരിക്കുന്നവരും നിൽക്കുന്നവരും ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും വിശ്വാസികളാണ്, അല്ലേ? വിശ്വാസികളാണ്. അമ്പലത്തിൽ പോകുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ചർച്ചിൽ പോകുന്നവരാണ്, ചിലർ എവിടെയും പോകാതിരിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ജനാധിപത്യ അവകാശം ഇവിടെയുണ്ട്. ഞങ്ങളെപ്പറ്റി പണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവർ വിശ്വാസികൾക്കെതിരാണ് എന്നാണ്. അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് ഇവർ പറയുക, പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണ് ഇവർ പറയുക, അതുപോലെ ചർച്ചിൽ പോകാൻ പാടില്ല എന്നാണ് ഇവർ പറയുക. ഞങ്ങളൊരു ഘട്ടത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, അമ്പലത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാൻ, എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശമുണ്ട് ഇവിടെ. അമ്പലത്തിൽ പോകണ്ടെന്നല്ല ഞങ്ങളുടെ നിലപാട്, പള്ളിയിൽ പോകണ്ടെന്നല്ല ഞങ്ങളുടെ നിലപാട്. അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അമ്പലത്തിൽ പോകുന്നതിന് ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ, പള്ളിയിൽ പോകുന്നതിന് ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ, ചർച്ചിൽ പോകുന്നതിന് ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ, അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകാനുള്ള ജനാധിപത്യ അവകാശത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ ചെമ്പതാകയുമായി മുന്നോട്ടേക്ക് പോയ പാരമ്പര്യമാണ് ദേശീയ പ്രസ്ഥാനം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിലുള്ളത്.
ഞങ്ങളെ പരിഹസിക്കാനും പറ്റിക്കാനും വേണ്ടി നടത്തിയ വ്യാപകമായ പ്രചാരവേല നടന്ന പശ്ചാത്തലത്തിലാണ് ഞാനിത് വിശദീകരിക്കുന്നത്. ഞങ്ങൾ വിശ്വാസികൾക്കെതിരല്ല. എന്തുകൊണ്ടാണ്? വിശ്വാസികളാരും വർഗീയവാദികളല്ല. നിങ്ങൾ ആരെങ്കിലും വർഗീയവാദികളാണോ? അമ്പലത്തിൽ പോകുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ടില്ലേ? നിങ്ങൾ വർഗീയവാദികളാണോ? മാനവികതയാണ്. മാനവികത കുറച്ച മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അഭിമാനം കൊണ്ട ചില നിമിഷങ്ങളുണ്ട് കേരളത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഭീകരവാദികൾ ജമ്മു കാശ്മീരിൽ നിന്ന് വെടിവെച്ചു വന്നു. കേട്ടില്ലേ സംഭവം? നമ്മൾ മലയാളിയാണ്, എറണാകുളക്കാരാണ് ആ കുടുംബം. സത്യം പറഞ്ഞാൽ ഈ രാമേന്ദ്രൻ്റെ ഒപ്പം മകളുണ്ടായിരുന്നു. മകളെ 2 കുട്ടികളും ഉണ്ട്. ഭാര്യയുണ്ടായിരുന്നു. ഭാര്യയെ പക്ഷേ ആ കേന്ദ്രത്തിലേക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ലോഡ്ജിൽ ഇരിക്കുകയായിരുന്നു, താമസിക്കുന്ന സ്ഥലത്ത്. അമ്മ അവിടെ ഇരിക്കുന്നു. അച്ഛനും മോളും 2 മക്കളും ഈ കാഴ്ച കാണാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ഭീകരാക്രമണം. ആ പാവപ്പെട്ട മനുഷ്യനെ, പാവപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, ആ മനുഷ്യനെ ഒടിവിച്ചു കൊന്നു ഈ മക്കളുടെ മുമ്പിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ട് ആ ഒരു രംഗം. എവിടെയാണെന്നറിയില്ല, ഏതാണ് സ്ഥലം എന്ന് പോലും അറിയില്ല, എങ്ങോട്ടാ ഓടേണ്ടതെന്ന് അറിയില്ല. ഈ 2 കുട്ടികളെയും കൈപിടിച്ച് ഈ അമ്മയാവുന്ന ചെറുപ്പക്കാരി ഓടുകയാണ്. ഫോൺ നോക്കുമ്പോൾ അതിന് റേഞ്ചില്ല. അവസാനം റേഞ്ച് വന്ന സ്ഥലം കാണിച്ചു കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഫോൺ ചെയ്തു. ഇവരെ കാറിൽ കൊണ്ടാക്കിയിട്ടുള്ള 2 ചെറുപ്പക്കാരുണ്ട്. ആ 2 ചെറുപ്പക്കാരുടെ ഒരു ഫോൺ നമ്പറുണ്ട് ഇവരെ കയ്യിൽ. അവരാ ഫോൺ ചെയ്ത് അവരെ വിളിച്ചു. അവരോട് ചോദിച്ചു, ഞാൻ ഇവിടെയാണുള്ളത്, ഇനി എങ്ങോട്ടേക്കാണ് ഓടേണ്ടത്? അവർ പറഞ്ഞു കൊടുത്തു, ഇന്ന ഭാഗത്തേക്ക് ഓടിക്കോ, ഞങ്ങൾ അവിടത്തേക്ക് വരാം. ഈ 2 കുട്ടികളെയും പിടിച്ച് ഈ അമ്മ യുവതി മരിച്ചുപോയ അച്ഛൻ്റെ ഓർമ്മകൾ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ടാകുക? അവർ ഓടിപ്പോയപ്പോൾ ഈ 2 ചെറുപ്പക്കാർ അവർ പറഞ്ഞ സ്ഥലത്തെത്തി. ഈ 3 ആളെയും കൂട്ടി അമ്മയുള്ള ലോഡ്ജിൽ പോയി. അമ്മയോട് പറയാൻ പറ്റില്ല. ഒപ്പം അച്ഛനെ തിരിച്ചറിയണം. മോർച്ചറിയിൽ പോയിട്ടു. അങ്ങനെ ഈ 2 പേരും ചേർന്ന് ആശുപത്രിയിൽ മോർച്ചറിയിൽ ഇവരെ 2 പേരെയും പിന്നീട് കൊണ്ടുപോയി കാണിച്ചു. ഐഡന്റിഫൈ ചെയ്തു. അച്ഛനാണെന്ന് സ്ഥിരീകരിച്ചു, മരിച്ചു എന്നും സ്ഥിരീകരിച്ചു. പിന്നെ നാട്ടിലേക്ക് വരണം. എല്ലാം താളം തെറ്റിയിരിക്കുന്നു. അച്ഛൻ വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട രീതിയായി. അമ്മയോട് ഇത് പറയാനും പറ്റില്ല. അമ്മയെയും കൂട്ടി എയർപോർട്ടിലേക്ക് പോവുക. എയർപോർട്ടിലേക്ക് പോയപ്പോൾ ഇവരെല്ലാം ഈ 2 ചെറുപ്പക്കാർ ആവശ്യമുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. പ്ലെയിൻ കയറ്റി വിട്ടു. ആ യുവതി കേരളത്തിലെത്തിയതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, പക്ഷെ ജമ്മുവിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. അതാണ് കേരളത്തിൻ്റെ മനസ്സ്. എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. 2 മുസ്ലിം സഹോദരങ്ങളാണ്. ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഘട്ടത്തിൽ ആ സ്ത്രീ അതാ പറഞ്ഞു. എത്ര വലിയ അക്രമമാണ് സംഘപരിവാർ വിഭാഗം ആ സ്ത്രീക്കെതിരായിട്ട് നടത്തിയത്. ചീത്തയോട് ചീത്ത പുതിയ മാധ്യമം ഉപയോഗിച്ചു. പിണറായി വിജയനും ഞാനും കൂടി ചേർന്നാണ് ആ വീട്ടിൽ പോയത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായത്. മറലേക്കറില്ലേ നമ്മുടെ ഗവർണറുടെ അടുത്ത സുഹൃത്താണ് ഈ മരിച്ച രാമേന്ദ്രൻ. മാത്രമല്ല RSSുമാണ്. ശവസംസ്കാരത്തിന് വേണ്ടി ഓടി കൊണ്ടുപോകുമ്പോൾ ഈ അമ്മയാ പറഞ്ഞത് ജനഗീതം പാടണമെന്ന്. അവര് RSSന്റെ പാട്ട് പാടിയിട്ടാ കൊണ്ടുപോയി സംസ്കരിച്ചത്. പക്ഷേ കേരളത്തിൻ്റെ മനസ്സെന്താ? സാഹോദര്യത്തിൻ്റെയാണ്. അതാണ് ആ സ്ത്രീ പ്രകടിപ്പിച്ചത്. എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി, അതുകൊണ്ടാണ് വേറെ പ്രയാസമില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് എന്നവർ പറഞ്ഞു. ഇത് കേരളത്തിൻ്റെ ഒരു മുഖമാണ്, കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ കൃത്യമായ മുഖം. എന്നാൽ മലീമസമാക്കുന്നതിന് വേണ്ടി RSSും BJP സംഘപരിവാർ വിഭാഗവും ജമായത്തെ ഇസ്ലാമിയും കാസയും ഉൾപ്പെടെ ഈ തെളിനീരൊഴുകുന്ന കേരളത്തിൻ്റെ ഈ തെളിനീരിൽ വേഷം കലർത്താനുള്ള ശ്രമം നടക്കുന്നു. വേഷം കലർത്തുന്നു.
ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നം. ഇതിനെ നമുക്ക് അതിജീവിക്കണം. ഈ വിഷം കലർത്തി അപരവിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ RSSന്റെ, BJPയുടെ, ജമാഅത്ത് ഇസ്ലാമിയുടെ, അതുപോലെ തന്നെ ഈ പറയുന്ന വിവിധ വർഗീയ ശക്തികളുടെ നിലപാടിനെ പ്രതിരോധിക്കാൻ വിശ്വാസി സമൂഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പൊരുതി മുന്നേറണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ വികസനം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തരില്ല എന്ന് ഞാൻ പറഞ്ഞു. കേരള ഗവൺമെന്റിനാണെങ്കിൽ ഇഷ്ടം പോലെ പണമില്ല, നമുക്ക് പരിമിതിയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഭാവനാപൂർവ്വം ആലോചിച്ചത് എങ്ങനെയാണ് കേരളത്തെ വികസിപ്പിക്കുക. അങ്ങനെയാണ് കിഫ്ബി കണ്ടെത്തത്. കിഫ്ബി അവർ 1,00,000 കോടി റുപ്പിയാണ് കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് നിക്ഷേപിച്ചത്. എത്ര? 1,00,000 കോടി. ഇന്നിപ്പോൾ രാവിലെ ഇന്ത്യയിൽ ആദ്യമായി അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയത് കോഴിക്കോടിനാണ്. കോഴിക്കോട് ശിലാസ്ഥാപനം നടത്തി. 602.14 കോടിയാണ് ചെലവ്. കിഫ്ബിയാണ്. നാഷണൽ ഹൈവേക്ക് വേണ്ടി 5,688 കോടി കേരള ഗവൺമെന്റിന് വേണ്ടി കൊടുത്തത് കിഫ്ബിയാണ്. തീരദേശ ഹൈവേ 10,000 കോടി. അതിലധികം കോടിയാണ് മലയോര ഹൈവേ, 10,000-ലധികം കോടി. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി 6,000-ലധികം കോടി നമ്മൾ ചെലവഴിച്ചു. അതിൽ നല്ല തുക കിഫ്ബിയാണ്. ഇനി 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം അതിനും നൽകാൻ പോകുന്നത് കിഫ്ബി തന്നെയാണ്. സ്കൂളുകൾക്ക് 1 കോടി മുതൽ 15 കോടി വരെ കൊടുത്തു. ഹയർ സെക്കൻഡറി സ്കൂളിന്, LP സ്കൂളുകൾ മുതൽ. എത്രയെത്ര പാലങ്ങളാണ്, എത്രയെത്ര ആശുപത്രി കെട്ടിടങ്ങളാണ്, എത്രയെത്ര റോഡുകളാണ് ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഈ കേരളത്തിൽ കിഫ്ബി തീർത്തത്. 1,00,000 കോടി റുപ്പിയുടെ നിക്ഷേപം. കേരളം അങ്ങനെയാണ് മാറിയത്. ഈ മാറ്റമാണ് കേരളം ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്താൻ ഇടയായത്. ഇനി നമുക്ക് തൊഴിൽ സംരംഭം വേണം. നമ്മൾ 3.5 ലക്ഷം ആളുകൾക്ക് ജോലി ലഭിക്കത്തക്ക രീതിയിലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു. ഒരു സംരംഭത്തിന് 2 ആളെ കൂട്ടിയാൽ 7 ലക്ഷമായി. 7 ലക്ഷത്തിന് വരുമാനമായി ഈ കേരളത്തിൽ. ലക്ഷക്കണക്കിന് മനുഷ്യന് പുതുതായി ജോലി കിട്ടി. PSC മുഖേന നിയോഗിച്ച അംഗങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ 60% കേരളത്തിൽ നിന്ന് മാത്രമാണ്. ഇന്ത്യയിൽ ആകെ നിശ്ചയിച്ച് 40% മാത്രം. ബാക്കി 60 നമ്മളാണ്. ഓരോന്നിങ്ങനെയാണ്. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് 1,400 പെൻഷൻ 2,000 ആക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് 31.39 ലക്ഷം സ്ത്രീകൾക്ക് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി 1,000 രൂപ പ്രകാരം കൊടുക്കാൻ തീരുമാനിച്ചത്. ചെറുപ്പക്കാർക്ക് ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് പരിശീലനത്തിന് വേണ്ടി 1,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചത്. എല്ലാം ചേർന്ന് വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള പുതിയ സാധ്യതയാണ്. ഇങ്ങനെയാണ് കേരളം വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് നമുക്ക് ഉയർത്തണം. മറ്റിതര സംസ്ഥാനങ്ങളെ പോലെ മാറ്റിയല്ല, ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ സംസ്ഥാനമാക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്ത് തന്നെ 1-ാം നമ്പറായിട്ടാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രധാനമാണ് കേരളത്തിലെ ആരോഗ്യ സംരക്ഷണം. അമേരിക്കയെക്കാളും മെച്ചപ്പെട്ടതാണ്. ശിശുമരണ നിരക്ക് അമേരിക്ക 5.6, നമ്മൾ 5. ഇതാ കേരളത്തിന്റെ ചിത്രം. കോവിഡ് വന്നപ്പോൾ ലോകം വിസ്മയിച്ചു പോയി കേരളത്തെ പറ്റി. കേരളത്തിന്റെ ഉന്നതമായ രീതിയിലുള്ള ആതുര ശുശ്രൂഷ മേഖലയുടെ ഇടപെടൽ എല്ലാം കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ പട്ടിണി അവസാനിപ്പിച്ചു. പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിനുമായി 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് ഈ ഫെബ്രുവരി മാസം അവസാനമാകുമ്പോഴേക്ക് കൊടുക്കും. ഈ 5 ലക്ഷം പൂർത്തിയാവുന്ന ദിവസം കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും പോകണം. നമ്മുടെ ഈ പുതിയ നിർമ്മിച്ച 5 ലക്ഷം വീട്ടിലേക്കും നമ്മുടെ സഖാക്കളും സുഹൃത്തുക്കളും എല്ലാം കൂടി പോയി അവിടെ ആഹ്ലാദത്തിൽ പങ്കുചേരണം. പറ്റാവുന്ന സ്ഥലത്ത് ഓരോ കേക്ക് കൊണ്ടുപോകണം, അത് മുറിക്കുക. ഒരു വലിയ ആഹ്ലാദത്തിൽ 5 ലക്ഷം ലോകത്തില്ലാട്ടോ. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുത്ത 5 ലക്ഷം അനുഭവം ഇന്ത്യയിൽ ഇല്ല എന്നല്ല, ലോക മുതലാളിത്തത്തിലില്ല. വലിയ മണിമാണികകളുണ്ട്, അത് പ്രമാണിമാർക്കാണ്.
ഇവിടെ കേരളത്തിൽ പാവപ്പെട്ട മനുഷ്യൻ, മുതലാളിത്ത സമൂഹമാണ് കേരളം. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇനി നമുക്ക് എന്താ വേണ്ടേ? വീടായി, പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, വസ്ത്രമായി, ഭക്ഷണമായി, പട്ടിണി പോയി, മൗലികമായ കാര്യങ്ങളെല്ലാം മിക്കവാറും പോയി. ഇനി തൊഴിലില്ലായ്മ കൂടി പരിഹരിക്കണം. തൊഴിലില്ലായ്മ പരിഹരിക്കാം. കേരളത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയും. വാരി കോരിയെടുക്കാൻ അഭ്യസ്ത വിദ്യയിലുള്ള നാടായി നാട്. ഞങ്ങളുടെ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഹോദരൻ പിണറായി പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എന്നും അദ്ദേഹം പറഞ്ഞു. ആളുകൾ വിചാരിച്ചു എന്തായി പറയാൻ പോകുന്നത്. അപ്പോൾ പറയാം, ഒരു ദിവസം രാവിലെ രാജീവ് മിനിസ്റ്റർ വിളിച്ചു, ഒരു വ്യവസായി വരാണ്, നിങ്ങൾക്ക് ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്, ഒന്ന് കാണാൻ എപ്പോൾ സമയം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. കുശലാന്വേഷണത്തിന് ശേഷം എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം മലയാളിയുമല്ല, ഇന്ത്യക്കാരനുമല്ല. അപ്പോൾ അദ്ദേഹത്തോട് എന്താ നിങ്ങളുടെ ഉന്നം? അപ്പോൾ പറഞ്ഞു, ഞാൻ വ്യവസായത്തിന് പണം നിക്ഷേപിക്കാൻ പോകുന്നു കേരളത്തിൽ. അപ്പോൾ പിണറായി ചോദിച്ചു, ഈ ലോകം മുഴുവൻ നിങ്ങൾക്കറിയുന്നതാണ്, ബന്ധപ്പെടുന്നതാണ്, എന്നിട്ട് നിങ്ങൾ കേരളത്തിൽ നിക്ഷേപത്തിന് വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാണ്, ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും യുദ്ധങ്ങളും കെടുതികളും യുദ്ധസന്നാഹങ്ങളുമായിട്ട് നിൽക്കുക. സമാധാനപരമായി വ്യവസായം നടത്താൻ ഇന്ന് ലോകത്ത് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ കേരളമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തൊരു കഥയാണ്! ഇതാണ് കേരളം. എന്നിട്ട് അവസാനം പിരിയുന്നതിന് മുമ്പ് പിണറായി ചോദിച്ചത്രേ, നിങ്ങൾ എത്രയാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 ലക്ഷം കോടി. ചെറുതൊന്നുമല്ല, 3 ലക്ഷം കോടി. കേരളത്തിൻ്റെ മുഖച്ഛായ മാറില്ലേ? ഇപ്പോഴും സാമ്പത്തിക സമ്മേളനം ചേർന്ന് കഴിഞ്ഞു, ദവോസിന് വന്നു, 1.18 ലക്ഷം കോടി നിക്ഷേപം. നമ്മൾ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 8000 പുതിയ ഐഡിയ നമ്മുടെ മുമ്പിൽ വന്നു. 15,000-ലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ശ്രമം. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷക്കണക്കിന് ആൾക്ക് അതിൻ്റെയും ഭാഗമായി ജോലി കിട്ടും. സ്വയം സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ജോലി വേറെ. 2 ലക്ഷം കോടിയാണ് നമ്മുടെ സിമിറ്റിൻ്റെ ഭാഗമായിട്ട്, നിക്ഷേപ സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തുള്ള 26 രാജ്യങ്ങളിൽ നിന്ന് 2500 ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മൾ നടത്തിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ 2 ലക്ഷം കോടിയുടെ ഓഫറാണ് കിട്ടിയത്. അതിൻ്റെ 27% ഇപ്പോഴും പണി ആരംഭിച്ചു. ഇതൊക്കെ കേരളത്തിൻ്റെ ചിത്രം മാറ്റും. കാണാൻ പറ്റുന്ന രീതിയിലാണ് കേരളം ഉള്ളത്. അങ്ങനെ വന്നാൽ ഒരു 10-15 കൊല്ലം കൊണ്ട് ഈ ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു നാടായി, കേരളത്തെ തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിക്കുന്ന നാടാക്കി നമുക്ക് മാറ്റാനാവും. വിജ്ഞാന സമൂഹം എന്നാണ്, വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് നമുക്ക് ജനങ്ങളെ നയിക്കാനാവണം. ജനങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകാനാവണം. വി.ഡി. സതീശനും സെറ്റും പുറപ്പെട്ടിട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടാത്ത ഒരു പോയിന്റ് 14 കാര്യം അവർ പറഞ്ഞപ്പോൾ ആ 14-ലും ഇല്ലാത്ത ഒറ്റ കാര്യം വികസനമാണ്. കേരളത്തിൻ്റെ വികസനം മിണ്ടിയിട്ടില്ല. മിണ്ടിയാൽ കേരളത്തെ പറ്റി ചർച്ച ചെയ്യണം. അതുകൊണ്ട് വികസനേ മിണ്ടണ്ട, ഈത്ത പറഞ്ഞ് വരിക. ഞാനും പിണറായിയും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിൻ്റെതാണെന്ന് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്കും പിണറായിക്കും ജയിക്കാൻ തളിപ്പറമ്പിലും അതുപോലെ തന്നെ ധർമ്മടത്തും ജമാഅത്തെ ഇസ്ലാമിന്റെ കൂട്ട് വേണ്ട എന്ന് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഒരാളും ഈ പറയുന്ന വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് ജയിച്ചവരല്ല. നന്നായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട്. അപ്പോൾ എന്ത് കളവും വിളിച്ചു പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒന്നും ചെയ്യാനില്ലാത്ത, കേരളത്തിന്റെ വികസനം അജണ്ടയേ അല്ലാത്ത ഒരു വിഭാഗമാണ് ജാതിയായിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അവർ വീണ്ടെടുക്കും എന്നാണ് പറയുന്നത്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പഴയ നാഷണൽ ഹൈവേ ഇല്ലാതെ കേരളം, അതല്ലേ അതിൻ്റെ അർത്ഥം? നാഷണൽ ഹൈവേ പറ്റൂലല്ലോ. തുരങ്കപ്പാത ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ശവശരീരത്തിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞവരായി വരും. ഇപ്പൊ തുരങ്കം ഉണ്ടാക്കും, പാതയും ഉണ്ടാക്കും. അത് വികസനത്തിന്റെ ഭാഗമായിട്ട് എണ്ണില്ല അവര്. അത് പറ്റൂല എന്ന് അവർ പറഞ്ഞത്. ഓരോന്നോരോന്ന് വിഴിഞ്ഞ പദ്ധതിക്ക് എതിരായിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരായി വരും. വിമോചന സമരം നടത്തേണ്ടി വന്നാൽ നടത്തുമെന്നാണ് അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഏതാ നിങ്ങൾ വീണ്ടെടുക്കാൻ പോകുന്നത്? ആ വിഴിഞ്ഞ പദ്ധതി വേണ്ടാവുമോ? നിങ്ങൾ എന്താ വീണ്ടെടുക്കാൻ പോകുന്നത്? ജനങ്ങളെ ആട്ടിനെ പട്ടിയാക്കുന്ന രീതിയാണ്. കള്ള പ്രചരണം നടത്തിയിട്ട് കുറെ കാലം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നതാണ്.
ഞങ്ങൾ ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണുന്ന 10,000 ആളുകളുടെ ആവേശോജ്വലമായ സ്വീകരണ പരിപാടികളിൽ നിന്ന് നിറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ ഗവൺമെന്റിന്റെ സംവിധാനം തുടരണം. 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി വീണ്ടും അധികാരത്തിൽ വരാനാവണം. അതാണ് ഞങ്ങളുടെ മനസ്സ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഓരോ സ്വീകരണവും. ഈ സ്വീകരണ യോഗങ്ങളിലെല്ലാം പങ്കെടുത്ത നിങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ എല്ലാം തന്നെ ശ്രമങ്ങൾ അതിനുവേണ്ടിയായിരിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. പി സുരേഷ് ബാബു, CPIM കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി KK ദിനേശൻ, CPI കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി KP വിനോദ്, RJD മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി TN മനോജ്, NCP മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി TK രാഘവൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് M മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി മഹേഷ് പയ്യട, കേരള കോൺഗ്രസ് S മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ദിനേശൻ MM, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് KK രവീന്ദ്രൻ, INL മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അമീത് മാസ്റ്റർ, LDFന്റെ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആരാധനമാണ്. വില്യാപ്പള്ളി LDF പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി M നാരായണൻ മാസ്റ്റർ, ആയഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി VT ബാലൻ മാസ്റ്റർ, തിരുവള്ളൂർ LDF പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി NK അഖിലേഷ്, മണിയൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി D സുരേഷ് ബാബു മാസ്റ്റർ, പുറമേരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി KK ദിനേശൻ നാദാപുരം, കുന്നുമ്മൻ LDF പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രഭാകരൻ മാസ്റ്റർ, കുറ്റ്യാടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി CN ബാലകൃഷ്ണൻ, വെള്ളം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി TV മനോജ്. ഷൈജു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും.